അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പള്ളിപ്പുറം മൂന്ന് മൂലയിലെ മനോഹരമായ താഴെന്താണെന്ന് പറയുന്ന പ്രകാശത്തിന്റെ കിരണങ്ങളെ അറിവിന്റെ പ്രോജ്വല പ്രഭ പരത്തിയിട്ട് സമസ്തയുടെ പ്രകാശം പരത്തി കടന്നുപോയ ഉസ്താദുമാരുടെ പ്രകാശം പറ്റിപ്പോകാത്ത കാൽപ്പാടങ്ങളിലൂടെ നടന്നു പോകുന്ന ഇതിന്റെ വെളിച്ചം സ്വീകരിക്കുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ കാണാൻ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തേ, അഭിമാനിച്ചു കൊള്ളുക. ഞങ്ങൾ ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അഭിമാനിച്ചു കൊള്ളുക. ലോകത്തൊരാൾക്കും എഴുത്തുകുറ്റം പറയാനില്ലാത്ത, ലോകത്തൊരാൾക്കും വിരൽ ചൂണ്ടി കളവ് പറയാനില്ലാത്ത, ലോകത്തൊരാൾക്കും ആക്ഷേപിക്കാൻ കഴിയാത്ത, ലോകത്തൊരാൾക്കും പരിഹസിക്കാൻ കഴിയാത്ത, ലോകത്തിന്റെ പ്രകാശമായ പ്രപഞ്ചത്തിന്റെ പ്രതിധ്വനിയായ പ്രവചന പ്രഭാപൂരമായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, അനുചരന്മാരാണ്, ഉമ്മത്താണ് എന്ന് അഭിമാനത്തോടെ പറയാനുള്ള ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവരെ, ആ മുത്ത റസൂലിനെ ലോകത്തെ പ്രവാചകന് കൊടുക്കാത്ത അത്ഭുതത്തിന്റെ തീരത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോയ യാത്രയെക്കുറിച്ച് പഠിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? ആ യാത്രയെക്കുറിച്ച് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയല്ലേ? എന്റെ പ്രിയമുള്ളവർക്ക് സാരിന്റെ തരംഗമാണല്ലോ ഈ കാലഘട്ടത്തില് വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമുള്ള മനോഹരമായ കൊട്ടാരത്തിന്റെയും പർവ്വതത്തിന്റെയും പർവ്വത സമാനമായ കാഴ്ചകളുടെയും മഞ്ഞുരുക്കിന്റെയും കാശ്മീരിന്റെയും പെരുവോരങ്ങളിലൂടെ നടക്കുന്ന മനോഹരമായ പ്രപഞ്ചത്തിന്റെ അത്ഭുതം തീർക്കുന്ന കെട്ടുകാഴ്ചകൾ കണ്ട് അത്ഭുതം കൂറുന്ന കണ്ണുകളുമായി കാത്തിരിക്കുന്നവരെ, ലോകത്താരൊക്കെ എവിടെയൊക്കെ യാത്ര പോയാലും, ലോകത്താരൊക്കെ എവിടെയൊക്കെ യാത്ര പോയാലും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലെ ഒരു മനോഹരമായ യാത്രയെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ട പട്ടാഭിയുടെ പള്ളിപ്പുറത്ത് വന്ന എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ പോയ അത് കോടികൾ മുടക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം മനസ്സിന്റെ സാന്ത്വനം കണ്ടെത്താൻ പോയ യാത്രകളെ കുറിച്ച് പറയുന്ന പോലെയല്ല. ലോകത്തിന്റെ നേതാക്കന്മാർ എന്റെ അനുജന്മാരെ കൊണ്ടുപോയ യാത്രകളെ കുറിച്ച് പറയുന്നതല്ല. മറിച്ച് പിന്നെ ഏത് യാത്രയാണ്? ആ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തതാരാ? ആ യാത്രയുടെ സംവിധാനകനാരാ? ആകാശത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ നിയന്ത്രാവായ പ്രപഞ്ചനാഥനായ സത്യസ്ഥിതി സംഹാരകർത്താവായ ജഗപരിപാലകനായ പടച്ചതമ്പുരാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രിയപ്പെട്ട മുത്തു ഹബീബിനെ ലോകത്തൊരു പ്രവാചകർക്കും കൊടുക്കാത്ത, ഒരു നേതാവിനും കൊടുക്കാത്ത, ഒരു അനുയായികൾക്കും കൊടുക്കാത്ത, ഒരു ആരിഫീകൾക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ പദവിയുടെ മനോഹരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയ യാത്ര എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കുന്ന നിർബന്ധമാണ്, നമ്മൾ മനസ്സിലാക്കുന്ന നിർബന്ധമാണ്. പരിശുദ്ധ ഹറമിന്റെ മുറ്റത്ത് അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖത്ത് വല്ലാത്ത ഭയമുണ്ട്, സങ്കടമുണ്ട്, എന്തോ ഒരു വിലപ്പെട്ട കാര്യം തുറന്നു പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ പറയാൻ സാധിക്കാതെ വിഷമത്തോടുകൂടിയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചതിക്കപ്പെട്ടവനായ അബൂജഹൽ കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിട്ടുന്ന അവസരം മുഴുവനും ആഗ്രഹിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുച്ഛിച്ചു കൊല്ലാൻ കിട്ടുന്ന സമയം മുഴുവനും ഉപയോഗപ്പെടുത്തിയിരുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെടുക്കാൻ വേണ്ടി മൂർച്ചയുള്ളവാൾ തന്റെ ഭവനത്തിന്റെ അകത്ത് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന അബൂജഹലിലെ ആ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വല്ലാതെ വിശാലം തിളങ്ങിട്ട് നിൽക്കുകയാണ്. ആ മുത്ത് നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അബൂജഹൽ പറയുന്നു, അബൂജഹൽ പറയുന്ന മുഹമ്മദേ, എന്തേ നിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത ദുഃഖമുണ്ടല്ലോ, എന്താണ് മുഹമ്മദേ നിന്റെ സങ്കടത്തിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അബൂജഹലിന്റെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തിന്റെ ലാളനയുടെ വാത്സല്യത്തിന്റെ പ്രതീകമായ മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു അത്ഭുതകരമായ യാത്ര പോയിരുന്നു അബൂജഹലെ, ഇന്നലെ രാത്രിയിൽ ഞാനൊരു അത്ഭുതകരമായ യാത്ര പോയിരുന്നു അബൂജഹലെ. അബൂജഹൽ ചോദിക്കുകയാണ്, മുഹമ്മദേ നിന്റെ യാത്രയുടെ അത്ഭുതം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ നിന്നുകൊണ്ട് ഇന്നലെ രാത്രിയിലെ ചുരുക്കം ചില മണിക്കൂറുകൾ കൊണ്ട് അല്ലാഹുവിന്റെ ബൈത്തുൽ ഹറമിൽ നിന്ന് എന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ ഇറങ്ങി വന്നു. മുത്തുനബി തങ്ങൾ ഒരു കൊച്ചുകുട്ടി പറയുന്ന പോലെ കളങ്കമില്ലാത്ത മനസ്സല്ലേ, അസൂയയില്ലാത്ത മനസ്സല്ലേ,
അത്ഭുതങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന യാത്രയുടെ മനോഹരമായ തീരങ്ങള് അബൂജഹലിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. ആ മുത്ത റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അബൂജഹലേ എന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂജഹലേ എന്നെ അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ വന്ന് കൊണ്ടുപോയി, ഇവിടുന്ന് എന്നെ മസ്ജിദുൽ അഖ്സയിൽ കൊണ്ടുപോയി, അവിടുന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തുള്ള അദൃശ്യതകളുടെ ലോകത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കൊണ്ടുപോയി. അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ ആ പടച്ചതമ്പുരാനെ കണ്ടിട്ടാണ് ഞാൻ മടങ്ങി വന്നതെന്ന് അബൂജഹലിന്റെ മുഖത്ത് നോക്കി പറയുമ്പോ ഒരു രാക്ഷസൻ ചിരിക്കുന്ന പോലെ അബൂജഹൽ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അബൂജഹൽ പറയുന്ന, മുഹമ്മദേ ഈ വാർത്ത മാത്രം മതി മുഹമ്മദേ, നിനക്ക് ഭ്രാന്താണെന്ന് അബൂജഹലാകുന്ന ഞാൻ പറയണ്ട, നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ പറയണ്ട മുഹമ്മദ്, നിനക്ക് ഭ്രാന്താണെന്ന് ലോകമിന് തലവിളിക്കും മതിക്കും മുഹമ്മദ്. ചുരുക്കം ചില രാത്രിയുടെ മണിക്കൂറുകൾ കൊണ്ട് ആകാശലോകത്തിന്റെ കവാടം കടന്നു പോയെന്ന് ഈ അറേബ്യൻ മണ്ണിലെ പ്രമുഖരും പ്രമാണികളുമായ ശത്രുക്കളുടെ സമക്ഷത്തിലേക്ക് മുഹമ്മദ് നീ പറയേണ്ട താമസം മുഹമ്മദ്. ആ ജനങ്ങൾ മുഴുവനും നിന്നെ കണ്ടറിയുന്നത് എനിക്ക് കാണേണ്ടി വരും മുഹമ്മദ്. മുഹമ്മദ് ആര് വന്നാലും നീ പറയുമോ, ആരെ കൊണ്ടുവന്നാലും നീ പറയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആരെ കൊണ്ടുവന്നാലും ആ സത്യസന്ധമായ യാത്രയുടെ അവസ്ഥകൾ വിശദീകരിക്കുമെന്ന് പറയുമ്പോ അബൂജഹൽ പോവുകയാണ്. മക്കയുടെ പ്രമാണികളെ കൊണ്ടുവരികയാണ്, പ്രമുഖരെ കൊണ്ടുവരികയാണ്. ആരംഭ റസൂലിന്റെ പ്രബോധനത്തെ ഏറ്റവും അധികം മുള്ളും മുനയും വെച്ച് പൊയ്ക്കൊണ്ടിരുന്ന ശത്രുക്കളെ കൊണ്ടുവന്നിരുത്തിയിട്ട് മുഹമ്മദിന്റെ മുമ്പ് ഇരുത്തിയിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്ന തലേ ദിവസം നടന്ന യാത്രയുടെ അത്ഭുതത്തെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ആ പ്രിയപ്പെട്ട ജനങ്ങൾ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. അവരിൽ കുറെ ആളുകൾ മസ്ജിദുൽ അഖ്സയിൽ പോയിരുന്നവരാണ്. അവർ ചോദിക്കുന്ന മസ്ജിദുൽ അഖ്സാക്ക് എത്ര തൂണുകളാണ്, എത്ര വാതിലുകളാണ്, എത്ര കവാടങ്ങളാണ്, എത്ര വലിപ്പമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖർറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാമെന്ന് ആ രംഗം ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, മുത്ത് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അവര് വിശ്വസിക്കുന്നില്ല. അവര് പറയുന്നു, ഈ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറയുന്നവർക്ക് സത്യമായിരിക്കാം, പക്ഷേ മുഹമ്മദേ ഒരു രാത്രിയുടെ ചുരുക്കം ചില മണിക്കൂറുകൾ കൊണ്ട് ഒരിക്കലും നിനക്ക് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അവിടെ നിന്നും ആകാശങ്ങൾക്ക് പുറത്തേക്ക് പോയി മടങ്ങി വരാൻ അതേ രാത്രി തന്നെ മടങ്ങി വരാ, അതേ രാത്രി തന്നെ മടങ്ങി വരാ. എന്റെ മുഹമ്മദ് കേവലം നിന്നെ കൊണ്ട് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവര് ജനങ്ങൾ പരസ്പരം പറയാൻ തുടങ്ങി, ഈ മുഹമ്മദിന് ഭ്രാന്താണ്, ഈ മുഹമ്മദിന് ഭ്രാന്താണ്. കല്ലറിയാൻ ജനങ്ങൾ ഇപ്പൊ കടന്നു വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു പോകുമ്പോ വഴിയിൽ ഒരു മനുഷ്യനിരിക്കുകയാണ്, മെലിഞ്ഞുണങ്ങിപ്പോയ മനുഷ്യനാണ്, കണ്ണുകുടിയിൽ വീണുപോയ മനുഷ്യനാണ്. ആ മനുഷ്യനാരെന്നറിയോ? മദീനയുടെ നായകന്റെ ചാരത്ത് കിടന്നുറങ്ങ അല്ലാഹു ഭാഗ്യം കൊടുത്ത സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഇരിക്കുകയാണ്. ആ മുത്ത റസൂലിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ കടന്നു വരുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളെന്തേ എന്റെ മുത്തു ഹബീബിനെ കുറിച്ച് പരിഹസിക്കുന്നതെന്തേ? ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, അബൂബക്കറെ നീ അറിഞ്ഞില്ലേ, നിന്റെ മുഹമ്മദ് ഭ്രാന്തൻ ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരൊറ്റ ദിവസത്തെ രാത്രി കൊണ്ട് 7 ആകാശങ്ങളുടെ അത്ഭുതം കടന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മുഹമ്മദ് നബി പോയെന്ന് പറയുകയാ. അബൂബക്കറേ റാമാനം അണ്ണാനാണെന്ന് മുഹമ്മദ് കരുതിപ്പോയോ? അതുകൊണ്ട് മുഹമ്മദിനോട് ആ വളവിവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുക്കളോട് ചോദിക്കുകയാണ്, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞു, എന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു, എന്റെ മുത്തു റസൂൽ എങ്ങനെ പറഞ്ഞു? ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, അതേ മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ കാതുകൾ കൊണ്ടിപ്പോ കേട്ടിട്ടാണ് മടങ്ങി വന്നതെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. എന്റെ ഹബീബ് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് 7 ആകാശങ്ങളല്ല ലോകത്തോടൊക്കെ ഒരു പ്രവാചകനെ
കണ്ടതോ എന്ന് എന്റെ മുമ്പിൽ വന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് ആരെന്ന് പറഞ്ഞാൽ ആ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെയും അബൂബക്കറിനെയും മുമ്പ് നിർത്തിയിട്ട് എന്റെ പള്ളിപ്പുറം 3 മൂലയുടെ ദാറുൽ സാന്ത്വന തീരത്ത് വെടിച്ചുകൂടിയ 10,000ങ്ങളോട് ചോദിക്കട്ടെ, ഇപ്പൊ പണം കൂടിയ കാലഘട്ടമാണ്, സ്റ്റാറ്റസ് കൂടിയ കാലഘട്ടമാണ്, അധികാരം കൂടിയ കാലഘട്ടമാണ്, പവർ കൂടിയ കാലഘട്ടമാണ്, ലോകത്ത് മനുഷ്യൻ ഒരുപാട് യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ്, ബിസിനസ് സാമ്രാജ്യത്തിന്റെ മുഴുവനും പടുത്തുയർത്തിയിട്ട് അതിന്റെ മുന്നിൽ കസേരയിട്ടുകൊണ്ട് പട്ടാമ്പിയ മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ പണവും പവറും പ്രമാണത്വവും നിറഞ്ഞുകൊണ്ടുള്ള മുസ്ലിം ആൺകുട്ടികൾ നെഞ്ചുപിരിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ്. പഴയകാലത്തെ മുറിയാക്കന്മാരുടെ പ്രഭാഷണങ്ങളൊന്നും ഞങ്ങൾ സഹിക്കൂല ഉസ്താദേ, ഇപ്പോഴും നിങ്ങൾ പറയുന്ന പഴഞ്ചൻ വിൽപ്പനങ്ങളൊന്നും ഞങ്ങൾ കേൾക്കൂല ഉസ്താദേ. കുറെ വർത്തമാനങ്ങളും കുറെ ചരിത്രങ്ങളും പറഞ്ഞ് ഈ 10,000ങ്ങളെ പറ്റിച്ചു കളഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങളുണ്ടാകൂല. ഞങ്ങൾ ന്യൂ ജനറേഷന്റെ വക്താക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് വീമ്പിളക്കുന്ന ചെറുപ്പക്കാരാ, പറഞ്ഞു മടം പറയപ്പെടുന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ നടത്തിയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജ് നടത്തിയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ 7 ആകാശങ്ങൾ കടന്നുപോയിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ കണ്ടത് വെറും സ്വപ്നം മാത്രമായിരുന്നു എന്ന് റോഡിൽ പറ്റുന്ന താടി വളർത്തിയിട്ട് ആ താടി രോമത്തിലൂടെ ഞാനാണ് ദീനിന്റെ വിപ്ലവകാരി എന്ന് പറഞ്ഞ് നിൽത്തുകൊണ്ട് രോമങ്ങൾക്കിടയിലൂടെ ഇടകൂർത്തുകൊണ്ട് സന്തോഷിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചവിട്ടത്തേക്കാരങ്ങൾക്ക് വന്ന കാലഘട്ടത്തിലെ ചെറുപ്പക്കാരാ, നീ അബൂജഹലിന്റെ അനുയായി മാറുകയാണോ? അബൂജഹൽ പറഞ്ഞതുപോലെ നഖശിഖാന്തം എതിർക്കുകയാണോ? എല്ലാം പഴഞ്ചനെന്ന് പറഞ്ഞ് പഴച്ചാക്കിന്റെ കെട്ടുകളിലേക്ക് വലിച്ചെറിയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്കത് മറക്കാൻ പറ്റൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചതുപോലെ എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് തടിച്ചുകൂടിയ 10,000ങ്ങളെ ഞങ്ങളും വിശ്വസിക്കുകയാണ്. ഖൽബിന് തുറന്ന് സമ്മതിക്കുക. അല്ലാഹുവിന്റെ റസൂലായ പ്രബോധനാണ്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് രാത്രി പോയി അവിടുന്ന് 7 ആകാശങ്ങൾ കടന്നുപോയതാണ്. അല്ലാഹു കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളൊക്കെ കണ്ടതാണ്. ആ അത്ഭുതങ്ങളൊക്കെ സത്യസന്ധമായിരുന്നതുകൊണ്ട് ഹദീസിന്റെ വെളിച്ചത്തിൽ, ആയത്തിന്റെ വെളിച്ചത്തിൽ, ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ആ അത്ഭുതങ്ങളോടൊപ്പം നമ്മളും ഒന്ന് യാത്ര പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനും നിങ്ങളും ഇന്ന് മുത്തുനബി തങ്ങളോടൊപ്പം ഒരു യാത്ര പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് പോയതെങ്ങനെയാണ്, അതുപോലെ ഞാനും നിങ്ങളും ഒന്ന് പോകാൻ പോവുകയാണ്. എന്ത് രസമായിരിക്കും ചെറുപ്പക്കാരാ മുത്തുനബി തങ്ങളോടൊത്തുള്ള ഒരു യാത്ര. അല്ലാഹുവേ, മഹാനായ മുത്തുനബി തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ കണ്ണിയത്ത് ഉസ്താദിന്റെ ബറക്കത്ത് നിങ്ങൾക്ക് തരണമേ അല്ലാഹ്. സുഖമില്ലാതെ ഹോസ്പിറ്റലിന്റെ അകത്ത് കിടക്കുന്ന സമയത്ത് പോലും സംസാരിക്കരുതെന്ന് ഡോക്ടർമാര് നിർദ്ദേശം കൊടുത്തിട്ട് പോലും അത് പാലിക്കാതെ ചരിഞ്ഞു കിടന്നുകൊണ്ട് ഇരിപ്പിൽ തലയിണയിലേക്ക് തല വെച്ചുകൊണ്ട് ദലായിലുൽ ഖൈറാത്തിനത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഓടിത്തീർക്കാ സമയം കണ്ടെത്തിയിരുന്ന ദീനിന്റെ പ്രകാശത്തിന്റെ പ്രഭ ഈ സമുദായത്തിന് ചുരിഞ്ഞു തന്നിട്ട് പകരം വെക്കാനില്ലാത്ത ഈമാനിന്റെ തിളക്കമുള്ള കണ്ണുകൾ തന്നിട്ട് പോയ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഒരു ഉസ്താദ് സ്റ്റേജിൽ പ്രസംഗിച്ചു 10 പ്രാവശ്യം ആരംഭ റസൂലിന്റെ പേര് പറഞ്ഞാൽ സ്റ്റേജിലിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കാണാം. സംസ്കൃതമയാണെങ്കിലോ പാറമ്പാടിയാണെങ്കിലോ പറഞ്ഞോടാണെങ്കിലോ നാട്ടിക ഉസ്താദാണെങ്കിലോ എന്തിനേറെ ഇന്ന് സുഖമില്ലാതെ കഴിഞ്ഞിട്ട് പോലും സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുതിരക്കുട്ടിയെ പോലെ ഓടിച്ചാട് നടക്കുന്ന ബഹുമാനപ്പെട്ട കുതിരക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെ അല്ലാഹുവേ, പാണ്ഡിത്യത്തിന്റെ കടകളഞ്ഞ നിറദീപങ്ങൾ മുഴുവനും ആരംഭ റസൂലിന്റെ പേര് പറയുമ്പോ പൊട്ടിക്കരയുമായിരുന്നെങ്കിൽ എന്റെ പട്ടാമ്പിയുടെ പള്ളിപ്പുറത്ത് തടിച്ചുകൂടിയ 10,000ങ്ങളെ ആ മാർഗമല്ലാതെ പിന്നെ ഏത് മാർഗമാണ് ആ ചെറുപ്പക്കാരാ നീ സ്വീകരിക്കാൻ പോകുന്നത്? എന്റെ പൊന്നുപെങ്ങളെ, എന്റെ പൊന്നുപെങ്ങളെ, ആ മാർഗമല്ലാതെ പിന്നെ ഏത് മാർഗമാ പൊന്നുമോളെ സ്വീകരിക്കാൻ പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടൊത്ത് നടക്കുന്ന യാത്ര പോയാലോ റസൂൽ അനുഭവിച്ച യാത്രയുടെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ തന്നെ പ്രിയപ്പെട്ട സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്.
വ്യക്തമായിട്ട് ആ ചരിത്രത്തെക്കുറിച്ചൊരു ബോധം 2 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് തരുമാറാകട്ടെ. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് പഠിക്കാൻ. വെറുതെ ഇവിടെ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് പോയി അവിടെ നിന്ന് 7 ആകാശം കിടന്ന് അള്ളാഹെ കണ്ട് മടങ്ങി വന്നു എന്നതല്ല നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഒരുപാട് ആനുകാലികമായ വിഷയങ്ങളുണ്ട്. നമ്മൾ ഹറമിൽ നിന്ന് അഖ്സയിലേക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ പട്ടാമ്പിയിൽ ഇറങ്ങും, ചിലപ്പോൾ ചെറുപ്പുളശ്ശേരിയിൽ ഇറങ്ങും, ചിലപ്പോൾ ഒറ്റപ്പാലത്ത് ഇറങ്ങും. അവിടെയൊക്കെ ഒരുപാട് കാര്യം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അള്ളാഹു റസൂലിന് നേരെ പോയാൽ പറ്റും, നമുക്ക് അങ്ങനെ പോയാൽ പറ്റില്ല. നമുക്ക് കൊപ്പം ഫെസ്റ്റ് നടക്കുന്നുണ്ട്, ഇടയ്ക്ക് അവിടെ ഒന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ് പെരിന്തൽമണ്ണയിലേക്ക് പോകണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില എഴുന്നള്ളത്തും ഘോഷയാത്രയ്ക്കുണ്ട്, അവിടേക്ക് ഒന്ന് ഇറങ്ങണം. പിന്നെ ഒന്ന് എറണാകുളത്തെത്തുമ്പോൾ ലുലുവിലൊന്ന് കയറണം, ഒരു പർച്ചേസ് നടത്തണം. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകണം. അങ്ങനെ പല കാര്യങ്ങളും നമുക്കുണ്ട്. അവിടെ ഇറങ്ങി ചർച്ച ചെയ്തെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ സംഭവം പറയാൻ എല്ലാ ഉസ്താദന്മാരെ കൊണ്ട് കഴിയുമല്ലോ. അങ്ങനെ വെറുതെ ഒന്ന് പറഞ്ഞു പോകാനല്ലേ, മറിച്ച് ഇറങ്ങിയ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നാം ഗുണപാഠം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ മടങ്ങിപ്പോവുക. അള്ളാഹു അതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കേട്ടിരിക്കണം. വളരെ സന്തോഷമാണ്. ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ട് ഏറ്റവും പുറകിൽ. അത്രയും അകലത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ വിഷയം നിങ്ങൾക്ക് എഫക്ട് ചെയ്യുക എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ആ ഒരു ആശങ്ക എനിക്കുള്ളതിനോടൊപ്പം തന്നെയാണ് അൽഹംദുലില്ലാഹ് നാളെ പരമാവധി ഇത്രയും സ്ഥലത്ത് പുരുഷന്മാരെ ആക്കിയിട്ട് ഈ സ്ത്രീകൾക്ക് ഇരിക്കാൻ വേറൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്തിയാൽ വളരെ ഉപകാരമായിരിക്കും. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് സദസ്സാക്കി, നാളെ മതി ഇന്നല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് സദസ്സാക്കിയാൽ പിന്നെ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു പകുതി ഭാഗം കൂടി പുരുഷന്മാർക്ക് കൊടുത്താൽ, സ്ത്രീകൾ പറയിക്കാതെ എല്ലാ സ്ഥാപനത്തിനും ഞങ്ങളാണ് സ്വർണം തരുന്നത്, എല്ലാ സ്ഥാപനവും ഞങ്ങളാണ് ഉയർത്തുന്നത്, എന്നിട്ട് അവസാനം ഞങ്ങളുടെ സ്ഥലം തന്നെ അപകരിക്കുകയാണ്. പഞ്ചായത്തിൽ പോലും നമുക്ക് തന്നെയാണ് സീറ്റ് മുഴുവനും കിട്ടിയത്, നിങ്ങൾ മാത്രമല്ല നമ്മളിങ്ങനെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കുറ്റപ്പെടുത്തരുത്. മറിച്ച് അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ ഒരുപാട് പുരുഷന്മാർ നഗരങ്ങളിൽ നിൽക്കുന്ന കാണുന്ന സങ്കടം കൊണ്ട് പറഞ്ഞതാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. സ്ത്രീകളും ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ട്. ഏതായാലും പൊരുത്തപ്പെടുക. നാളെ എന്തെങ്കിലും സൗകര്യം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇപ്പൊ ഇത്രയും സ്ഥലം, അതുപോലെ വാഹന പാർക്കിങ്ങും മറ്റിനൊക്കെ സൗകര്യം ചെയ്തിരുന്ന എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ പടച്ച തമ്പുരാൻ അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഉമ്മു ഹാനിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുള്ള ആ കാലഘട്ടത്തിൽ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ദിവസം ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു വലതുഭാഗത്ത് കിടക്കുന്നു, ജഅഫർ റളിയല്ലാഹു അൻഹു ഇടതുഭാഗത്ത് കിടക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ മധ്യഭാഗത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്കിടയിലേക്ക് ഇറങ്ങി വരികയാണ്. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് രണ്ടുപേരുടെയും ഇടയിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എടുക്കുകയാണ്. എന്നിട്ട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോവുകയാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ള ചില ക്വാളിഫിക്കേഷനും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്താദ്യമായിട്ട് നെഞ്ചുകീറിയിട്ട് രക്തം വരാത്ത, വേദനയില്ലാത്ത ഒരു ഓപ്പറേഷൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു മുതൽ അടിവയറ് വരെ കീറിയിട്ട് പിളർന്നിട്ട്, അല്ലാഹുവേ പടച്ചവനെ, മനുഷ്യകളിൽ അതീതമായ അമാനുഷികമായ അത്ഭുത സംഭവമാണ്. വേദനയില്ലാതെ അത്ഭുതകരമായ ഒരു ശസ്ത്രക്രിയ മുത്ത് റസൂലിന്റെ ശരീരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തുകയാണ്. എന്നിട്ട് ആ ഹൃദയം പുറപ്പെടുകയാണ്. ആ ഹൃദയം പുറപ്പെടുത്തിട്ട് മനോഹരമായ വെള്ളം കൊണ്ട് ആ ഹൃദയത്തെ കഴുകുകയാണ്. മനോഹരമായ വെള്ളമേതാണ്, മനോഹരമായ വെള്ളമേതാണ് എന്റെ പ്രിയമുള്ളവരെ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയത്തെ പുറത്തെടുത്തിട്ട് 3 പ്രാവശ്യം ഒരു വെള്ളം കൊണ്ട് കഴിയും. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? നീരജിന്റെ വെള്ളം. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? ഹൗദുൽ കൗസറോ? ഉപ്പുള്ളോ? സംസം വെള്ളോ? അല്ല. നിങ്ങൾ പറയും ഇങ്ങനെ മൊയ്ലാർ ഇങ്ങനെ പറഞ്ഞ ഇയാളെ വാട്സപ്പിലൂടെ ക്ലിപ്പിട്ടൊരു പണി കൊടുക്കുന്ന ആളെയാണോ? ഇയാൾ അങ്ങനെ പറഞ്ഞത് സംസം വെള്ളം അല്ലാതെ അതിനപ്പുറത്തേക്ക് അതാ ശ്രേഷ്ഠമായ വെള്ളം.
ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമേതാ? തിങ്കൽ ഹബീബുല്ലാഹേ റസൂലുള്ളാഹേ തിങ്കൽ ഹബീബുല്ലാഹേ ത്വയ്ബാ പദീരിഹേ അർശിന് കുർശിനും അധിപതി മുടയുണ്ട് അസനത്ത് ഒളിയുണ്ട് നിറനിലവേ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളവേല ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലിന്റെ വിരൽത്തുമ്പുകൾക്കിടയിലൂടെ പൊട്ടി വന്ന വെള്ളമാ. പഠിച്ചോയെന്ന പട്ടാധീന വന്നവര് മലയാള പുസ്തകം കസത്തി വെച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് ചിന്നക്ക് നോമ്പ് നശിപ്പിച്ചവരെ, മൗലിദ് നശിപ്പിച്ചവരെ, ആദർശത്തിന്റെ പൊരുളുകൾ മുഴുവനും കബറടക്കിയിട്ട് പണ്ഡിതന്മാരെ ചവിട്ടിപ്പേച്ച് നടക്കുന്നവരെ, അള്ളാന്റെ റസൂലിന്റെ വിരൽത്തുമ്പുകൾക്കിടയിലൂടെ പൊട്ടി വന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളമാണ് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. രണ്ടാമത്തെ വെള്ളമേതാ? രണ്ടാമത്തെ പദവിയതാ വെള്ളത്തിന്. ഏറ്റവും ശ്രേഷ്ഠമായ രണ്ടാമത്തെ വെള്ളമേതെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിലെ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം എന്ന പൊന്നുമോൾ തന്റെ കാല് പഠിച്ചപ്പോ പൊട്ടി വന്ന വെള്ളമാണ്, സംസം വെള്ളമാണ്. മൂന്നാമത്തെ വെള്ളം ഹൗദുൽ കൗസറാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലേ? മൂന്നാമത്തെ വെള്ളം ഹൗദുൽ കൗസറിന്റെ വെള്ളമാണ്. നാലാമത്തെ വെള്ളമേതാണ്? വശ്യ സൗന്ദര്യത്തിന്റെ മാസ്മരിക തുളുമ്പുന്ന ഈജിപ്തിന്റെ ഓരങ്ങളിലൂടെ ഒഴുകി നടക്കുന്ന സുന്ദരി പെണ്ണിനെ പോലെ ഭംഗിയുള്ള നൈൽ നദിയുടെ വെള്ളമാണ്. നൈൽ നദിയുടെ വെള്ളമാണ്. രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം സംസം വെള്ളമാണ്. ആ സംസം വെള്ളം കൊണ്ട് 3 പ്രാവശ്യം മുത്ത് റസൂലിന്റെ ഹൃദയം പുറത്തെടുത്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം കഴിയുമെന്നാണ്. ഇന്ന് സംസമിന് വിലയുണ്ടോ? ഇന്ന് സംസമിന്റെ മഹത്വം അറിയുമോ? ഇന്ന് സംസമിന്റെ പവർ അറിയുമോ? ഇന്ന് സംസമിന്റെ പദ്ധതി അറിയുമോ? അത്ഭുത ലോകത്തേക്ക് യാത്ര തിരിക്കാനിരിക്കുന്ന പള്ളിപ്പുറത്ത് 3 മൂലയിലെ പഠിച്ചുകൂടിയ 10,000 സംസം വെള്ളം കൊണ്ട് മുത്ത് റസൂലിന്റെ ഹൃദയം കഴുകിയിട്ടാണ് കൊണ്ടുപോയതെങ്കിൽ ആ സംസമിനെ കുറിച്ച് പഠിച്ചിട്ടേ നമുക്ക് യാത്ര പോകാൻ പറ്റുകയുള്ളൂ. ആ സംസമിനെ കുറിച്ച് പഠിച്ചിട്ടേ നമുക്ക് യാത്ര പോകാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂല് സംസമിനെ കുറിച്ച് പറഞ്ഞതെന്താ? സംസം വിശക്കുന്നവർക്ക് ഭക്ഷണമാണ് സംസം വെള്ളം. ദാഹിക്കുന്നവർക്ക് പാനീയമാണ് സംസം വെള്ളമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഉ സംസമി ലിമാ ശുരിബ ലഹു. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ സംസം കുടിക്കുന്നത് അത് അതിനുള്ളതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കുമെന്ന് പറഞ്ഞത് കേവലം ഒരു പള്ളിയിലെ മൊയ്ലാനല്ല, ഒരു സംഘടനാ നേതാവല്ല. അള്ളാഹുവിന്റെ റസൂല് ഒരു കാര്യവും അള്ളാഹുവിന്റെ നിർദ്ദേശമില്ലാതെ പറഞ്ഞിട്ടില്ല. ഒരു ചെറിയ തമാശ പോലും ആ മുത്ത് റസൂൽ തന്റെ നാവ് കൊണ്ട് പറയുന്നു, മാഉ സംസമിൻ ലിമാ ശുരിബ ലഹു. നമ്മൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ട് കുടിക്കുന്നുവോ അത് സംസമിനുള്ളതാണ്. എന്റെ കണ്ണിന്റെ മുഴുവൻ അസുഖവും മാറിയത്, കണ്ണിന് അസുഖം വന്ന് 10-12 ദിവസം കണ്ണ് പഴുത്ത് ഹോസ്പിറ്റലിലെക്കാരങ്ങൾക്കറിയാം. അപ്പോ അതൊന്നും ആരും അറിയില്ലല്ലോ, വിവാദങ്ങൾ മാത്രമല്ല എല്ലാവരും അറിയുള്ളൂ. അപ്പോ ഈ അസുഖം വന്നിട്ട് ഈ സംസമാണ്. എന്തിനേറെ ഇപ്പൊ ഉറയൂട്ടി ഡോക്ടറൊക്കെ അവിടെ ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ ചികിത്സാ മരുന്നും കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അവരൊക്കെ ആദ്യം ദീനിന്റെ മരുന്നുകൾ തന്നെയാണ് പറയാം. തേനുണ്ട്, സംസം, അതൊക്കെ പറയും. എന്നോടൊരു ഹൈന്ദവ ഡോക്ടർ പോലും, മലബാറിലെ ഏറ്റവും അറിയപ്പെട്ട ഒരു ഹൈന്ദവ ഡോക്ടർ പോലും പറഞ്ഞത് സംസം വെള്ളമൊന്നും കണ്ണിൽ ഒഴിച്ചു നോക്കാത്തത് എന്ത് എന്ന് ചോദിച്ചത്. അപ്പോ ഈ സംസം എന്ന് പറയുന്നതിന്റെ മഹത്വം നമുക്കറിയില്ല. കാരണം ഇന്ന് സുലഭമായി എല്ലാ വീട്ടിലും സംസമുണ്ട്. സംസം വെള്ളമില്ലാത്ത വീടുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സംസമിന്റെ മഹത്വം നമുക്കറിയില്ല. ചില ഉമ്മമാരൊക്കെ മക്കത്ത് പോയി വന്നാൽ പറയുന്നത്, ഇപ്പൊ പഴയതുപോലെ സംസം വെള്ളത്തിനൊരു രുചി പോലെ ആരിഫാണ്. അതെന്താണെന്നറിയോ? ഉമ്മച്ചി പല്ല് കഴിക്കാത്തോണ്ട സംസമിന്റെ രുചി കുറവൊന്നുമില്ല.
ഇപ്പൊ പണ്ടൊക്കെ സംസം കൊണ്ടുവന്നിട്ട് ഒരു ആവശ്യം വയറുവേദനയാണ് റബ്ബേ നീ മാറ്റിത്തരണമെന്ന് പറഞ്ഞ് സംസം കുടിച്ചാൽ ആ സെക്കൻഡിൽ വയറുവേദന മാറുമായിരുന്നു. ഇപ്പൊ മാറുന്നില്ലടി സുബൈദ എന്ന് പറഞ്ഞാൽ അത് സംസമിന്റെ പ്രശ്നമല്ല, അത് നിന്റെ പ്രശ്നമാണ്, നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് കാലഘട്ടം എത്ര കഴിഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പ്രിയപ്പെട്ടവരെ, ഒരു മാറ്റവും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സംസം എന്ന് പറയുന്നത് എന്തിന് ആഗ്രഹിച്ചുകൊണ്ട് നാം കുടിക്കുന്നുവോ അതിനുള്ളതാണ്. സംസമിന്റെ വലിപ്പവും മഹത്വവും വിലയും നമുക്കറിയില്ല. ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളുന്നവർക്ക് സംസം പോലെ ഏറ്റവും വലിയ ഒരു മഹാത്ഭുതത്തെക്കുറിച്ച് മാത്രം പഠിച്ചാൽ ലോകം മുഴുവനും അല്ലാഹുവിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വരും ഒരു സംശയവും അദ്ദേഹത്തിലില്ല. അല്ലാഹുവിന്റെ ഹറമിന്റെ മുറ്റത്തെ സംസമിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കിണറായിട്ട് ആദ്യം പുറത്തു കാണുമായിരുന്നു. ആദ്യകാലമൊക്കെ ഹജ്ജിന് പോയവർക്കറിയാം, കിണറായിട്ട് ആദ്യം അത് പുറത്തു കാണുമായിരുന്നു. മഹാന്മാരൊക്കെ ആദ്യകാലം ഹജ്ജിന് പോയ വാഫഖീങ്ങൾ അവരുടെ ഗുരുത്വവും അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഈ നമ്മുടെ നേതാക്കന്മാരൊക്കെ എല്ലാ വർഷവും അല്ലാഹുവിന്റെ വിശുദ്ധ ഹറമിലുണ്ട്. ആദ്യകാലത്ത് ഹജ്ജിന് പോയവർക്ക് കിണറിന്റെ അതേ രൂപത്തിൽ തന്നെ സംസം കിണറിനെ കാണാൻ പറ്റുമായിരുന്നു. സംസം കിണറിനെ കാണാൻ അതുപോലെ തന്നെ കാണാൻ പറ്റുമായിരുന്നു. അന്ന് കുറെ ജനങ്ങൾ അതിന്റെ അകത്ത് കുറെ കുപ്പിയും പാട്ടയും പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് വറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ അതിനകത്തേക്ക് കൂടുതലും കേരളക്കാരായിരിക്കുന്നത്, അവർക്കാണ് ആ സ്വഭാവം കൂടുതൽ. നമ്മളങ്ങനെയാണല്ലോ, ഹറമീന്ന് മണ്ണ് പൊതിഞ്ഞുകൊണ്ട് വരിക, ഹറമിലെ മുസല്ല അടിച്ചു മാറ്റി കവറിലിട്ടുകൊണ്ട് വരിക, ഇതൊക്കെ നമ്മുടെ പരിപാടിയാണ്. നമുക്ക് ഹജ്ജ് സ്വീകരിക്കണം, ഉംറ അതൊന്നും നമ്മുടെ വിഷയമില്ല. അപ്പോ ഈ കിണറായിരിക്കുന്ന സമയത്ത് അതിന്റെ അകത്തേക്ക് ഇങ്ങനെ സർവ്വതും എടുത്തിട്ടുമായിരുന്നു. അങ്ങനെ 1400 അതിശക്തമായ 4 മോട്ടോറുകൾ വെച്ചിട്ട് സംസം കിണറിനെ ഇറക്കാൻ തീരുമാനിച്ചു. സംസം കിണറിന്റെ അകത്തെ കവറുകളൊക്കെ എടുത്ത് മാറ്റി സംസം കിണറിന്റെ അകം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഹിജറയുടെ 1400 വർഷത്തിൽ തീരുമാനിച്ചു. 4 മോട്ടോറുകൾ കൊണ്ടുവന്നു. ഒരു മിനിറ്റിൽ 8000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന, ഒരു മിനിറ്റ് ആ മോട്ടോർ പ്രവർത്തിക്കുമ്പോ 8000 ലിറ്റർ വെള്ളം കിണറിൽ നിന്ന് പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റും. ഒരു മിനിറ്റിൽ 8000 ലിറ്റർ വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്ത് കളയാൻ പറ്റുന്ന 4 മോട്ടോറുകൾ വെച്ചിട്ട് സംസം കിണറിൽ 24 മണിക്കൂറും 4 മോട്ടോർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഒരു തുള്ളി വെള്ളം പോലും കുറയുന്നതായിട്ട് ആ കാലഘട്ടത്തിലെ പിന്നെ നേതാക്കന്മാർക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും തോന്നിയില്ല. ദിവസങ്ങളോളം ആ മോട്ടർ പ്രവർത്തിച്ചു. 24 മണിക്കൂറും 4 മോട്ടർ വെച്ചുകൊണ്ട് ഓരോ മോട്ടർ എന്റെ പ്രിയപ്പെട്ടവരെ മണിക്കൂറിൽ 8000 ലിറ്റർ വെള്ളം പുറത്തേക്ക് കളയുന്നു. പക്ഷേ സംസം കിണറിന്റെ വെള്ളത്തിന്റെ അളവിന് നേരിയ ഒരു വ്യത്യാസം പോലും വരുന്നില്ല. ഈ 2013 സൗദി ജിയോളജിക് സർവേ റിപ്പോർട്ട് പ്രകാരം ആ സംസം കിണറിന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ഒരു സെക്കൻഡിൽ 8000 ലിറ്ററാണെന്ന് കണ്ടുപിടിച്ചു. അത്രേ സംസം കിണറിന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ കണക്ക് ഒരു സെക്കൻഡിൽ 8000 ലിറ്റർ. 4 മോട്ടോർ വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂറിൽ 8000 പുറത്ത് കളയാൻ പറ്റി. പക്ഷേ അതിന്റെ അകത്ത് ഒരു സെക്കൻഡിൽ തന്നെ 8000 ലിറ്റർ വെള്ളമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ മണിക്കൂറിൽ 2,88,00,000 ലിറ്റർ വെള്ളം ഒരു മണിക്കൂറിൽ ആ സംസം കിണറിന്റെ അകത്ത് കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു മാസം 2075,60,00,000 ലിറ്റർ വെള്ളമാണ് സംസം കിണറിന്റെ അകത്ത് ഉദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അടിയിൽ നിന്നും. ഒരു തുള്ളി കുറയുന്നില്ല. കുറച്ചാളുകളാണോ സംസം കുടിക്കുന്നത്, കുളിക്കുന്നത് ശരീരത്തിലേക്ക്? ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ സമയത്ത് അല്ലാഹുവേ എന്തോ ഒരു ചൂടായിരുന്നു. പടച്ചവനെ ഇപ്രാവശ്യം ഹജ്ജിന് പോയവരുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. എത്ര ആളുകളാണ് മരണപ്പെട്ടു പോയത്, എത്ര ആളുകളാണ് അല്ലാഹുവേ വിലയുടെ തിരക്കിനിടയിൽ പെട്ടുപോയത്. SKSSFന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദേശമംഗലം ബഷീർ ബൈസിയെ പോലെയുള്ള ഉസ്താദുമാര് അവിടെ നടന്ന സംഭവങ്ങൾ ആ സെക്കൻഡിൽ തന്നെ അൽഹംദുലില്ലാഹ് നെറ്റിലൂടെ വാട്സപ്പിലൂടെ പുറത്തേക്ക് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ തിരക്കും ചൂടും കാലാവസ്ഥയും ദുരന്തവും ഒക്കെ പറഞ്ഞപ്പോ അല്ലാഹുവേ നിങ്ങളൊക്കെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ടാ ദ്വാരന്നത്.
ഒന്ന് പോകണ്ടേ പള്ളിപ്പുറത്തുകാരാ, ഒന്ന് പോകണ്ടേ പട്ടാഭിക്കാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറമിന്റെ മുറ്റത്ത് എത്രയ്ക്ക് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അത് സഹിക്കാൻ, അത് സഹിച്ച് ക്ഷമിച്ചുകൊണ്ട് അവിടെ സമയം ചെലവഴിക്കാൻ അല്ലാഹുവേ മനസ്സ് പറച്ചു കൊടുക്കുന്ന പോലെ ഇതാ ഇന്റെ സ്വഭാവങ്ങൾ എന്നിട്ട് എനിക്കിവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഹറമിന്റെ മുറ്റത്തിരുന്ന് കണ്ണീരൊഴുക്കിയിട്ട് മടങ്ങി വരുന്ന അല്ലാഹുവേ ഏറ്റവും നല്ല ഹാജിമാരാക്കി പാവപ്പെട്ട ഹജ്ജുമാരാക്കി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ അല്ലോ. പട്ടാമ്പിയെ കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ ജീവിതത്തിലെ ആലുവ മണപ്പുറം പ്രഭാഷണം കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും അധികം ആള് കൂടിയത് കഴിഞ്ഞ ഡിസംബർ 31 പട്ടാമ്പിയിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ കൊണ്ടൂർക്കരയിലെ പ്രിയപ്പെട്ട അൻസാറിന്റെ ചെറുപ്പക്കാര് വെച്ച പ്രോഗ്രാമിലാ. ഓട്ടോ ഓടിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, യൂണിയൻ തൊഴിലാളികളുണ്ട്, മേശിരി പണിക്ക് പോകുന്നവരുണ്ട്, മുടി വെട്ടുന്നവരുണ്ട്, കൂലിവേലക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, മത്സ്യ ബിസിനസ് നടത്തുന്നവരുണ്ട്, സാധുക്കളുണ്ട്, ഗൾഫുകാരുണ്ട്. എല്ലാവരും പാവപ്പെട്ടവരാണ്. പൊട്ടിച്ചർ അൻവരി ആർമി കോളേജ് പോലെ, ദാറുൽമാണെന്ന ഇവിടുത്തെ പള്ളിപ്പുറത്ത് സ്ഥാപനം പോലെ നൂറുകണക്കാറ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പിന്റെ മണം കൊണ്ട് വളർന്നു വരുന്നതാണ്. അല്ലാഹുവേ അവർക്ക് നീ പരിശുദ്ധ മക്കയൊന്ന് കാണാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ തമ്പുരാനെ. നിന്റെ മുത്തറസോല് കിടന്നുറങ്ങുന്ന റൗളയുടെ മുറ്റത്ത് വന്നിരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മധുരമുള്ള ആത്മീയത പ്രകാശിക്കുന്ന സലാം പറയാനുള്ള തൗഫീഖ് നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതിയിലേക്ക് കാലെടുത്തു വെച്ച ഡോക്ടർമാര് പറയുകയാണ്, സംസം വെള്ളത്തിനെ പരിശോധിച്ച് സംസം വെള്ളത്തിന്റെ ഉള്ളറയില് ഒരു സോഡിയത്തിന്റെ ഉപയോഗമുണ്ട്, കാൽസ്യത്തിന്റെ ഉപയോഗമുണ്ട്, മാഗ്നീഷ്യത്തിന്റെ ഉപയോഗമുണ്ട്, പൊട്ടാസിന്റെ ഉപയോഗമുണ്ട്, സൾഫേറ്റിന്റെ ഉപയോഗമുണ്ട്. അതൊന്നും പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ ഒരു അര ഗ്ലാസ് സംസം കുടിക്കുമ്പോ ഇത് മുഴുവനും അവന്റെ ശരീരത്തിലേക്ക് ഉപയോഗപ്രദമായ രീതിയിലേക്ക് രക്തത്തിലൂടെ പമ്പ് ചെയ്യപ്പെടുന്നു എന്ന് ഡോക്ടർമാര് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനായ ഇസ്മായിൽ എന്ന പൊന്നുമോന്റെ കാൽപാദം കൊണ്ട് നിലവിളിച്ചുകൊണ്ടൊന്ന് കാലിട്ടടിച്ചപ്പോ അല്ലാഹു പൊട്ടിപ്പുറപ്പെടിച്ച സംസമില്ലേ, ആ സംസമിന്റെ അത്ഭുതം നിനക്കറിയില്ല പ്രിയപ്പെട്ടവരെ, ആ സംസമിന്റെ മഹത്വം നിനക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ആ സംസം അങ്ങനെ വെറുതെ കുടിച്ചാ പോരാ, ആ സംസം അങ്ങനെ എങ്ങനെയെങ്കിലും കുടിച്ചാ പോരാ. ഇന്നലെ ഞാൻ തിരുവിഴാങ്കുണ്ടിൽ അത് പറയാൻ പോകുമ്പോ ബഹുമാനപ്പെട്ട സമസ്തയിലെ ഹബീബ് ബൈസി ഉസ്താദിന്റെ വീട്ടിലൊന്ന് കയറി ബഹുമാനപ്പെട്ടവര് വേഗമതാ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കൊണ്ടുവരികയാ. ഉസ്താദ് ഈ പ്രാവശ്യത്തെ ഹജ്ജ് കഴിഞ്ഞു കൊണ്ടുവന്ന സംസം വെള്ളമാണ്. ആ സംസം ഞാൻ കുടിക്കുമ്പോ മനസ്സുകൊണ്ട് ഞാനൊരു നീയത്ത് ചെയ്തിരുന്നു. അല്ലാഹുവേ ആ നീയത്ത് നീ നടത്തി തരണയല്ലോ, ആ നീയത്ത് നീ സാധിപ്പിച്ചു തരണയല്ലോ. സംസം കുടിക്കുമ്പോ നീയത്ത് വേണം പ്രിയപ്പെട്ടവരെ, സംസം വെള്ളം കുടിക്കുമ്പോ നീയത്ത് വേണം പ്രിയപ്പെട്ടവര്. രണ്ട് നീയത്ത് ഞാൻ പറഞ്ഞു തരാ. രണ്ട് മഹാന്മാര് സംസം വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോ അവര് നാവ് കൊണ്ട് പറഞ്ഞിരുന്ന മനോഹരമായ രണ്ട് ദുആ എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ തരാ. ഇതൊരു പഠനമാകട്ടെ പ്രിയപ്പെട്ടവര്. സംസം കയ്യിലെടുക്കുമ്പോ ഈ ദുആ നമ്മൾ മറക്കണ്ട. ഒന്നാമത് പിടിക്കുന്ന ദുആ ആര് ചെയ്ത ദുആ എന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നാമത് പഠിക്കുന്ന ദുആ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ദുആയാണ്. അകരങ്ങൾ ഇരിക്കുന്നവരെ നിങ്ങൾക്ക് നല്ലതുപോലെ കേൾക്കാൻ കഴിയുമെന്ന് ഞാൻ നിഗമനം നടത്തുകയാണ്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ല വിശ്വാസത്തോടുകൂടി മൈക്ക് പ്രവർത്തനം നടത്തുന്ന സൗദിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരുണ്ട്. നല്ല വിശ്വാസത്തോടെ സ്ക്രീൻ നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്യുന്ന കമലാസുരയുടെ ഷാഫുകളുണ്ട്. അൽഹംദുലില്ലാഹ്. എത്ര അകലങ്ങളിലാണെങ്കിലും ഇതുപോലെ ശബ്ദത്തിന്റെ ക്വാളിറ്റിയിലും ക്ലാരിറ്റിയിലും നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വാസത്തോടെ പറയട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കയ്യിലെടുത്തിട്ട് എന്നും പറഞ്ഞിരുന്ന ഒരേ ഒരു ദുആ, എപ്പോഴും പറഞ്ഞിരുന്ന ഒരേ ഒരു ദുആ. നമ്മളാണെങ്കിൽ സംസം വെള്ളം എടുത്തിട്ട് എന്തൊക്കെയാ പറയുന്നത്? യാത്ര എളുപ്പമാകണേ, രോഗം മാറണേ, വിഷമം നീങ്ങണേ, കടം തീരണേ, മക്കളാക്കിതാക്കണേ, മക്കളാലിമാക്കണേ, കച്ചവടം പുരോഗമിക്കണേ. അങ്ങനെ
അങ്ങനെ പലവിധ നീയത്തുകളാണ്. എന്റെ പെണ്ണെ, സംസം വെള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് എന്റെ മുഖകാന്തി വർദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖം പോലും കരുതുന്ന എത്രയോ പെൺകുട്ടിമാരുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എപ്പ സംസം വെള്ളം കയ്യിൽ കിട്ടിയാൽ പറഞ്ഞിരുന്ന ഒരു ദുആ എന്തെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ബിളമഇ യൗമൽ ഖിയാമ ബിളമഇ യൗമൽ ഖിയാമ. അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ബിളമഇ യൗമൽ ഖിയാമ. പഠിക്കുക എന്റെ സഹോദരങ്ങളെ, സംസം വെള്ളം കയ്യിലെടുത്ത് വെച്ചിട്ട് ഈ ദുആ നമ്മൾ ചൊല്ലണം. അല്ലാഹുമ്മ ഇന്നി അശ്റബുഹു ബിളമഇ യൗമൽ ഖിയാമ. പടച്ചവനെ, ഈ സംസം വെള്ളം ഞാൻ കുടിക്കുന്നതെന്തിനെന്നറിയോ? ഈ സംസം വെള്ളം ഞാൻ കുടിക്കുന്നത് ബിളമഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദാഹം വരാതിരിക്കാനാണ്. ഈ സംസം വെള്ളം ഞാൻ കുടിക്കുന്നത് ഖിയാമത്ത് നാളിലെ എന്റെ ദാഹം വരാതിരിക്കാനാണ്. ഖിയാമത്ത് നാളിൽ എന്റെ തൊണ്ട പറ്റി വരണ്ടു പോകാതിരിക്കാനാണ്. ഈ മുത്ത് റസൂലിന്റെ പരിശുദ്ധ ഹറമിലെ സംസം ഞാൻ കുടിക്കുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പഠിച്ചു വെച്ചോ പ്രിയപ്പെട്ടവരെ. ഇപ്രാവശ്യത്തെ ഹറമിന്റെ ചൂടിനെ കുറിച്ച് പോയവർ പറയുകയാണ്, സംസം വെള്ളം ക്യാൻറ്റുകളിലാക്കി എടുത്തിട്ട് തലയിലൂടെ ഒഴിച്ചുകൊണ്ട് നടന്നുവത്രേ. 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ഒരു ലിറ്റർ വെള്ളം തലയിലൊഴിക്കുന്നു. ചൂടുകൊണ്ട് രോമം കറുത്തു പോയവരുണ്ട്, കരിഞ്ഞു പോയവരുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, ആ കാലാവസ്ഥയിലും ലക്ഷങ്ങളാണ് അജർലസ്വതൊന്ന് തൊടാൻ വേണ്ടി മത്സരിച്ചത്. ആ കാലാവസ്ഥയിലും ലക്ഷങ്ങളാണ് തവാഫ് ചെയ്യാൻ വേണ്ടി മത്സരിച്ചത്. ആ കാലാവസ്ഥയിലും 10,000-ങ്ങളാണ്, ലക്ഷങ്ങളാണ് അറഫയുടെ പൊരിവയിലെത്തുന്നുണ്ട്. യാ അല്ലാഹ്, എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തത്. ഈ സദസ്സിൽ നിന്ന് നമുക്കെവിടെ പോകാനുള്ള മഹാഭാഗ്യം നീ തരണേ അല്ലാഹ്. പരലോകത്തെ ദാഹം എത്രയായിരിക്കും? അല്ലാഹു നമുക്ക് ദാഹം തീർത്തു തരട്ടെ. നമ്മളിവിടെ മറ്റുള്ളവരുടെ ദാഹം തീർക്കാനും അവരെ സഹായിക്കാനും അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനൊക്കെ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു നമുക്ക് ആഖിറത്തിൽ ആ ദാഹം തരില്ല. ഉമർ റളിയല്ലാഹുവിന് കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്താണ്. പരലോകത്ത് ദാഹം വരാത്ത മറ്റൊരു വിഭാഗമാരെന്നറിയോ? സംസം വെള്ളം കുടിച്ച് മരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതൊരു വല്ലാത്ത ഭാഗ്യമായിരിക്കും, സംസം വെള്ളം കുടിച്ച് മരിക്കുക എന്നത്. നമ്മൾ ഒരു കുപ്പിക്കകത്ത് സംസം വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് മരിക്കുന്ന സമയം എനിക്കത് വേണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ആ സമയത്ത് അള്ളാഹു തന്നെ നടത്തിത്തരണം. നമ്മളൊക്കെ എവിടെ വെച്ചാണ് മരിക്കുന്ന ആർക്കറിയാം? പാലക്കാട് ജില്ലയിലെ ഒരു കുടുംബം വാഹനാപകടത്തിൽപ്പെട്ടപ്പോ 8 വയസ്സുള്ള ഏജാസ് എന്ന് പറയുന്ന പൊന്നുമോൻ മാത്രം രക്ഷപ്പെട്ടു. ഏജാസ് എന്ന് പറഞ്ഞാൽ തന്നെ അമാനുഷികമായ ശക്തിയുള്ളവൻ എന്നാണ്. ആ വാഹനത്തിന്റെ അകത്തുള്ള 8 ആളുകൾ മരണപ്പെടുമ്പോൾ പേരിനെ അന്വർത്ഥമാക്കുന്ന പോലെ ആ പൊന്നുമോൻ മാത്രം രക്ഷപ്പെട്ടു. 6 ആളുകളെ പുഴയിൽ നിന്ന് പാടത്തിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ മയ്യത്തെടുത്ത് കിടത്തി. ഈ പൊന്നുമോന് ജീവനുണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മോനോട് അവർ ചോദിച്ചു, മോനെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു? ആ മകൻ പറഞ്ഞു, എന്നെ കൂടാതെ 8 ആളുകൾ വണ്ടിയിലുണ്ടായിരുന്നു. ആ പൊന്നുമോനെങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ 2 മയ്യത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് എത്രയോ ദിവസത്തിന് ശേഷമായിരിക്കും കിട്ടുക. അല്ലാഹുവേ, ആ പൊന്നുമോനെങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് 2 മയ്യത്തുകൾ കൂടി ഈ പാടത്ത് ഈ പുഴയിലുണ്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മനസ്സിലായത്. എന്നിട്ടാണ് അവരിറങ്ങി 2 മയ്യത്ത് പുറപ്പെടുത്തത്. അല്ലാഹുവേ, ഞങ്ങളെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല. എവിടെയാണെങ്കിലും തമ്പുരാനെ സംസം വെള്ളം തൊണ്ടയിലൂടെ തട്ടുന്നു. അസ്റായിൽ റൂഹ് പിടിക്കുന്നതിനൊരു പ്രത്യേക സുഖമാണ്. മോമിനീങ്ങളെ, പ്രത്യേക സുഖമാണ്. എന്റെ പള്ളിപ്പുറത്ത് വന്ന ഉമ്മമാരെ ഉപ്പമാരെ ചിന്തിക്കുക. ഇവരത്ഭുതത്തിന്റെ സദസ്സാണ്. കോടിക്കണക്കിന് മാലാഖമാര് പറഞ്ഞിറങ്ങുന്ന വേദിയിൽ നിന്നുകൊണ്ട് നീയത്ത് ചെയ്യുക. അല്ലാഹുവേ, സംസം കുടിച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. സംസം കുടിച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. സംസം കുടിച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. അത് കുടിക്കാൻ പോകുമ്പോ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കുന്നല്ലേ? അപ്പൊ സംസം കുടിക്കുമ്പോൾ ആഗ്രഹിക്കാൻ, പടച്ചോനെ ഞാൻ മരിക്കാൻ പോവാണ്, എന്റെ സ്വത്ത്, എന്റെ കഷ്ടപ്പാട്, എന്റെ കൊട്ടാരം, എന്റെ മക്കൾ, എന്റെ പിടിപാട്, എന്റെ ബിസിനസ് എല്ലാം ഞാൻ ഒഴിവാക്കാണ്.
എനിക്ക് മരിച്ചല്ലേ പറ്റൂ. സംസം കുടിക്കുമ്പോ മാവു സംസം ലിമാ ശുരിബലഹു, എന്തിനു വേണ്ടിയാ കുടിക്കും? അതിനുള്ളതാ. അല്ലാഹു എനിക്ക് മുത്തറസൂലിനെ കാണണം, ഹൗദുൽ കൗസർ കിട്ടണം. ആ കൊതിയോടെ സംസം കുടിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ദാറുൽ അൻവാറിന്റെ സ്ഥാപനത്തിന്റെ ഈ മനോഹരമായ ഏകദേശം 1.25 കോടി രൂപയോളം ചിലവ് വരുന്ന ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ സ്വതക്ക സംസം കുടിച്ചു മരിക്കണം എന്ന ആഗ്രഹത്തിലാവട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബക്കറ്റ് കൊണ്ടുവരും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ നിയ്യത്തിൽ നമുക്കൊരു സ്വതക്ക ചെയ്യാം. ഇത് ഞാൻ പറയുന്നു, ഇത് നമുക്ക് ബാക്കിയുള്ളതാണ്. നൗഷാദ് ബാക്കി എത്ര രൂപ സമ്പാദിച്ചാലും എത്ര രൂപ ചിലവഴിച്ചാലും ഇന്ന് ഈ ബക്കറ്റിലേക്ക് ഇടുന്ന ഈ കാശ് അള്ളാഹുവിന്റെ കോടതി എനിക്ക് തിരിച്ചെടുക്കാനുള്ളതാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്ന കാശല്ല. നിങ്ങൾ ഈ കൊടുക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹു തിരിച്ചു തരാനുള്ളതാണ്. ഇത് നഷ്ടപ്പെടുന്നതല്ല. ആർക്ക് കൊടുത്താലും നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടില്ല. ഇതിവിടെ ഒരു ബിൽഡിംഗ് ഉയർന്നു വരും. ഒട്ടച്ചർ അൻവരി അറബി കോളേജിന്റെ മുമ്പിലേക്ക് ഇപ്പൊ ചെല്ലുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ? നിങ്ങളൊക്കെ കൊടുത്ത പണം കൊണ്ട് അവിടെ തലയെടുപ്പോടുകൂടി വലിയ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഒരു നാണയത്തൊക്കെ പാഴിപ്പോവില്ല. ശംസുൽ ഉലമയുടെ പൊരുത്തമുള്ള ആ സ്ഥാപനത്തിന്റെ പാണക്കാട് തങ്ങളുടെ മുഖത്തിന്റെ പ്രകാശം പല പ്രാവശ്യം കടന്നു വന്ന ആ സ്ഥാപനത്തിന്റെ മുന്നിൽ അതുള്ളതുപോലെ ഇവിടെ വന്ന പ്രിയപ്പെട്ട സയ്യിദന്മാർ, സമസ്തയുടെ ഗുരുവര്യന്മാർ, പ്രകാശ ഗോപുരങ്ങൾ മുഴുവനും ഇനി കരം നീട്ടി സ്വീകരിച്ച് പൊരുത്തത്തോടെ ദുആ ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹുവേ, ഈ വിനീതൻ സ്റ്റേജിലാണോ മരണപ്പെടുന്നത്, വീട്ടിലാണോ മരണപ്പെടുന്നത്, വാഹനത്തിലാണോ മരണപ്പെടുന്നത്, എവിടെയാണെങ്കിലും അല്ലാഹുവേ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മരിക്കുന്ന സമയത്ത് ആ സമയത്ത് ആരാണോ നൗഷാദ് ബാക്കവിയുടെ അടുത്തുള്ളത് അവർ കൂടി വന്നിട്ട് ഉസ്താദേ സംസം വെള്ളം നിങ്ങൾ എത്ര സീരിയൽ പ്രസംഗിച്ചതാണ് സംസം കുടിച്ചു മരിക്കണമെന്ന്, അതുകൊണ്ടിതാ ഈ സംസം നിങ്ങൾ കുടിക്കുക എന്ന് പറഞ്ഞ തൊണ്ടയിലേക്ക് ഒഴിച്ചു തരാൻ ആ സമയത്തിന്റെ കൂടെയുള്ളവർക്ക് നീ ഭാഗ്യം കൊടുക്കണമല്ലോ. നിയ്യത്ത് ചെയ്യും സഹോദരങ്ങളെ. അങ്ങനെ നിയ്യത്ത് ചെയ്തെല്ലാവരും ഇത് സ്വർഗത്തിന്റെ വേദിയല്ലേ? ആമീൻ പറയാനും ആലാകമാനുള്ള വേദിയല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ കൊണ്ടുവരുന്ന ബക്കറ്റുകളിലേക്ക് സംസം കുടിച്ച് ഈമാനോടെ മരിക്കണം എന്ന് കൊതിയോടെ സ്വതക്ക ചെയ്യുന്നവർക്ക് അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. പാവപ്പെട്ടവരുണ്ട് തമ്പുരാനെ, ഡ്രൈവർമാരുണ്ട് റഹ്മാനെ, കൂലിവേടി ചെയ്യുന്നവരുണ്ടല്ല, പട്ടിണി പാവങ്ങളുണ്ടല്ല, വൈകുന്നേരം വരെ പൊരിവെയിലത്ത് പണിയെടുത്തിട്ട് തമ്പുരാനെ ആ പൈസ എന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഇന്നൊരു 50 രൂപ ഉമ്മ എനിക്ക് ഉസ്താദിന്റെ ബക്കറ്റിലേക്ക് ഇടണമെന്ന് പറഞ്ഞ് പട്ടാള പണിപ്പുറത്തിന്റെ 3 മൂലയുടെ സ്വർഗവീരത്തേക്ക് വന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ല. ഭർത്താവ് കള്ളുകുടിയന്മാരായ ഭാര്യമാരുണ്ട്, മക്കളടിക്കുന്ന ഉമ്മമാരുണ്ട്, മക്കളെ തിരിഞ്ഞു നോക്കാത്ത ഉമ്മമാരുണ്ട്. എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും നീ മാറ്റി സ്വർഗയുടെ ബറക്കത്ത് കൊണ്ട് നല്ല മരണം നീ കൊടുക്കണേ അല്ലാഹ്. തുടങ്ങിയോ? നിങ്ങൾ ഇനി അവിടെ കമ്മിറ്റി കൊടുക്കുക വേഗാവട്ടെ. കൊടുത്തു സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, 100, 200, 500മായി കണക്കുടയുന്നില്ല, പേര് പറയുന്നില്ല. ഒരേ ഒരാഗ്രഹം, അത്ഭുതത്തിന്റെ സംസം, ആവാസ്യത്തിന്റെ അനുഭൂതിയോട്ട് പകർന്നു കൊടുക്കുന്ന സംസം. അല്ലാഹുവേ, കോടിക്കണക്കിന് ജനങ്ങൾ എത്ര കോരിയാലും എത്ര കുടിച്ചാലും എത്ര കുളിച്ചാലും പടച്ചവനെ എത്ര എടുത്താലും എത്ര മനോഹരമായ വയറ് നിറച്ചാലും ഒരു തുണി പോലും കുറയാത്ത അത്ഭുത ജലപാനമേ സംസം വെള്ളം. ആ മനോഹരമായ സംസം ഒരു തുണി നമ്മുടെ തൊണ്ട നനച്ചു മരിക്കാൻ അല്ലാഹുവേ നീ ഭാഗ്യം തരണേ അല്ലാഹ്. ഈ സ്വതക്ക അതിനു വേണ്ടി കബൂൽ ചെയ്യണേ അല്ലാഹ്. പോക്കറ്റിൽ നിന്ന് പണമെടുക്കുന്നവർ ആ നിയ്യത്തോടെ ചെയ്യുമ്പോ അല്ലാഹുവേ അവരുടെ മനസ്സറിയുന്ന പടച്ചവരെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് ആ ഒരു വലിയ സൗഭാഗ്യം നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്, ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്, ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവരുടെ ഭാഗത്തും ചെല്ലും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്ത നിയ്യത്ത് എന്തായിരുന്നു? സ്ത്രീകളുടെ ഭാഗത്ത് വലുതാവാൻ ഉണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, സ്വീകരിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ദുആ, അല്ലാഹുമ്മ ഇന്നി അശ്റബഹു ബിളമഇ യൗമൽ ഖിയാമ. പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോ, ഇല്ലെങ്കിൽ ഇതിന്റെ ക്ലാസ് ഒക്കെ ഇറങ്ങുമ്പോൾ ഇൻഷാ അല്ലാഹ്
നിങ്ങൾ വാങ്ങിയിട്ട് കേട്ടോ. ജാസത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് കച്ചവടത്തിന് വേണ്ടി മാത്രമല്ല. ഇപ്പൊ റമദാനിൽ മണ്ണാർക്കാട് 3 ദിവസം നടന്ന പകലത്തെ റമദാൻ പ്രഭാഷണ തൗബ അൽഹംദുലില്ലാ അതിന്റെ MP3 മാത്രമായി വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് വേറെ സൗകര്യത്തിന് വേണ്ടി തൗബ എങ്ങനെ ചെയ്യണം, പാപം എങ്ങനെയാണ് പൊറുക്കുക, മനോഹരമായ ചരിത്രങ്ങളൊക്കെ. അതുപോലെ ഇപ്പോ ആത്മാവും അസ്രായേലും കഴിഞ്ഞ വർഷം കറുകപ്പുത്തൂര് പ്രഭാഷണം നടത്തിയ ആ മനോഹരമായ അസ്രായേലിന്റെ കണ്ണ്, അസ്രായേലിന്റെ കണ്ണ്, അസ്രായേലിന്റെ മൂക്ക്, അസ്രായേലിന്റെ രൂപം, അസ്രായേലിന്റെ പാവം, അതൊക്കെ പറയുന്ന ആത്മാവും അസ്രായേലും. അള്ളാഹു അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. അതുപോലെ ഈ ക്ലാസ്സിൽ കിട്ടുമ്പോൾ ഈ ദുആ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ എഴുതിയെടുത്തോ. അള്ളാഹു വിജയം തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അല്ലാഹുമ്മ ഇന്നി അശ്റബഹു ബിളമഇ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിന്റെ ദാഹം തീരാൻ വേണ്ടിയിട്ടാണ് പടച്ചവനെ ഞാനിത് കുടിക്കുന്നത് എന്ന് നിയ്യത്ത് ചെയ്യുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതെന്തെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ചെയ്ത ദുആയാണ് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കയ്യിലെടുത്താൽ എപ്പോഴും ചെയ്തിരുന്ന ഒരു ദുആ എന്തെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ വറിസ്ഖൻ വാസിആ വശിഫാഅൻ മിൻ കുല്ലി ദാ. നമ്മുടെ യാത്ര തുടങ്ങിയിട്ടില്ല. സംസം വെള്ളം കൊണ്ട് റസൂലുള്ളാഹിയുടെ ഹൃദയം കഴുകാണ്. അപ്പൊ നമ്മൾ സംസമിനെ കുറിച്ചൊന്ന് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ കഴുകി തീരുമ്പോൾ നമ്മൾ പഠിച്ചു തീരും, എന്നിട്ട് നമ്മൾ യാത്ര പോകും. അപ്പോ ആ കഴുകലും ഈ പഠനവുമായി സംസമിലൊരു ബന്ധമുണ്ടാകുമ്പോഴേ ഇസ്റാവും മിഅ്റാജും പൂർത്തിയാവുള്ളൂ. ബുറാഖിനെ കുറിച്ച് പറയണം, മിഅ്റാജ് എങ്ങനെ നടന്നു എന്ന് പറയണം, ആകാശത്തിന്റെ അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ പറയണം, അല്ലാഹു റസൂൽ പോകുന്ന വഴിയിൽ എന്തൊക്കെ കണ്ടു, അതിന്റെ ഗുണപാഠങ്ങൾ എന്തൊക്കെ നമുക്ക് പറയണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തിരുന്ന ദുആ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ. സംസം വെള്ളം എടുത്ത് കയ്യിൽ വെച്ചിട്ട് നാഫിയായ ഇൽമ ചോദിക്കാൻ. ഇൽമിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചാൽ പോരാ. ഇന്ന് മദ്രസയിൽ പഠിച്ചില്ല, സ്കൂളിൽ തന്നെ അറബുണ്ടല്ലോ. ഞാൻ ആളെയിട്ട് പറയുന്നു, അതൊന്നും നാഫിയായ ഇൽമിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇന്ന് ഒരൊറ്റ വീട്ടിലും മക്കൾ മദ്രസ പഠിക്കുന്നില്ല. എല്ലാ വീട്ടിലും സ്കൂളിൽ തന്നെ അറബുണ്ട്, അത് മതിയെന്ന് തീരുമാനിച്ചു. പണ്ടും സ്കൂളിൽ അറബുണ്ടായിരുന്നു, പക്ഷെ മദ്രസ തന്നെ പഠിപ്പിക്കുമായിരുന്നു. മഞ്ചേരി കാരക്കുന്ന് നമുക്കറിയാം. കാരക്കുന്ന് പുത്തൻവാദികൾ മാത്രമുള്ള ഒരു വലിയ സ്ഥലമാണ് കാരക്കുന്ന്. അവിടെ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ അവിടുത്തെ 10-30 ചെറുപ്പക്കാർ ഓലശബ്ദ കെട്ടിയിട്ട് സമസ്തയുടെ സിലബസുള്ള ഒരു മദ്രസ. അപ്പോ അവരോട് ഞാൻ ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു? ഉസ്താദ്, ഇവിടെ യൗമാരുടെ ഇടയിൽ നമുക്ക് സമസ്തയുടെ ഒരു ബിൽഡിംഗ് കെട്ടാനൊന്നും പറ്റൂല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അവസരം കിട്ടി നിങ്ങളൊരു വാദ വെച്ചത്. വലിയൊരു ഗ്രൗണ്ട് ഇടിച്ച് പൊളിച്ച് അവിടെ നല്ല വൃത്തിയാക്കി JCB കൊണ്ടുവന്ന് ഇറക്കി ഇടിച്ച് നിരത്തി വൃത്തിയാക്കി ഗ്രൗണ്ടാക്കി പരിപാടി തുടങ്ങി. പരിപാടി തുടങ്ങാനേരത്ത് അമീർ വൈസ് അമ്പലക്കളൊക്കെ സ്റ്റേജിലുണ്ട്. ഞാൻ കയറി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതോടുകൂടി ജനറേറ്റർ ഓഫായി. അല്ലെ, സലാത്ത് ഉണ്ടായിരുന്നില്ലേ? ആണെന്ന് തോന്നുന്നു, ഓഫായി. അത് ഓഫായി. അപ്പോ അമീർ വൈസ് എന്നോട് പറഞ്ഞു, ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്. പുത്തൻവാദികൾ മാത്രമല്ല, അല്ലാത്ത പല വാദികളും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ഈ മദ്രസ വളർന്നു വരാൻ നമ്മൾ സമ്മതിക്കില്ല, നിങ്ങളെ വാദം നടക്കില്ല. എനിക്ക് തോന്നുന്നില്ല. 10-20 മിനിറ്റ് ഞാനും അമ്പലക്കട ഉസ്താദൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു. അത്രയും സമയം വേദി മൊത്തം ഇരുട്ടായിരുന്നു. കുറെ ലൈറ്റും കുറെ മൊബൈലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംഘാടകരാകെ ടെൻഷനിലായി. നല്ല ചെറുപ്പക്കാർ അവർ പറയുന്നു, ഉസ്താദെ ഞങ്ങളുടെ തുടങ്ങിയപ്പോ ഉസ്താദുമാരുടെ പേരിൽ പാർട്ടി തുടങ്ങിയത് എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതൊക്കെ കഴിഞ്ഞ് ജനറേറ്ററൊക്കെ ശരിയായി ഞാൻ എഴുന്നേറ്റ് പ്രസംഗം തുടങ്ങാൻ വേണ്ടി നിന്നതും അൽഹംദുലില്ലാ വലിയ മഴ. ഒരു പന്തലിടാൻ സൗകര്യമില്ല, ഒരു ഓല കൊണ്ട് പോലും മറയ്ക്കാൻ പറ്റില്ല, വലിയ മഴ. ആകെ ആശങ്കപ്പെട്ടു, എന്ത് ചെയ്യണമെന്നറിയാൻ. അമ്പലക്കട ഉസ്താദിനോട് ചോദിച്ചു, എന്തേ ഉസ്താദിനിപ്പോ? ഉസ്താദ് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ പണി വാലും വെള്ളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാം. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ എന്താ തോന്നുന്നത് ചെയ്തു? എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം പേര് പറയുമ്പോൾ കണ്ണു നിറയുന്ന ഗുരുനാഥനാണ് ബഹുമാനപ്പെട്ട കണ്ണീർ ഉസ്താദ്. അതിന്റെ ചെറിയ പ്രായം മുതൽ എങ്ങനെയാണ് ഒരുപാട് അടുത്തൊന്നിരിക്കാനും കാണാനും സാബ് ചെയ്യാനൊന്നും ഭയം കിട്ടിയിട്ടില്ല. അന്നൊന്നും ഞാൻ വടക്കോട്ടെത്തിയിട്ടില്ലല്ലോ. കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ ആ സുവനീറുകളിലും പുസ്തകങ്ങളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പേരും ചരിത്രവും വായിക്കുമ്പോ തന്നെ ഒരു ആവേശമായിരുന്നു. അപ്പൊ ഞാൻ ആ സദസ്സിൽ സുന്നത്തി ജമാഅത്തിന് വേണ്ടിയിട്ടല്ലേ, നിങ്ങളിൽ പലരും ആ സദസ്സിൽ വന്നവരാണ്. കണ്ണീർ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തി ഓതാൻ അവിടെ കൂടിയ 10,000 പറഞ്ഞു. പെരുമഴയത്ത് ആ പ്രിയപ്പെട്ട വിശ്വാസികൾ ഫാത്തിഹയ്ക്ക് വേണ്ടി ബിസ്മിയുടെ ബാ ഉച്ചരിക്കുന്ന സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം പിന്നെ വല്ലാഹി റബ്ബ് സത്യം ആ പുണ്യഭൂമിയിൽ അത് കഴിയുന്നത് വരെ വീണിട്ടില്ല. അത് മഹാനായ കണ്ണീർ ഉസ്താദിന്റെ മാഹാത്മ്യത്തിന്റെ മാധുര്യമാണ്.
അത് പണം വാരി തിന്നുകൊണ്ട് നടക്കുന്നവർക്ക് പറഞ്ഞാൽ തിരിയത്തില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മദ്രസകൾ നമ്മുടെ മക്കൾ പോയിരുന്ന് പഠിക്കുന്നതിന് പകരം എന്റെ മകൻ ഗൾഫിൽ നിന്റെ ഡാഡി കൊണ്ടുവന്ന് നീളമുള്ള അലിഫ് പഠിക്കുന്നു എന്ന് പറഞ്ഞ് പാച്ചു കൊടുത്തത് കാര്യമില്ല. ഗൾഫിലെ അറബി പുസ്തകം കൊണ്ടുവന്ന് മക്കളെ അറവ് പഠിപ്പിച്ചതുകൊണ്ട് കാര്യമായില്ല. ഉരുത്തമുള്ള സ്ഥലത്ത് വന്നിരുന്ന് തൊപ്പി വെച്ച് സലാത്ത് ചൊല്ലി ഫാത്തിഹ ഓതി ഉരുത്തമുള്ള ഉസ്താദുമാരുടെ മുമ്പിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഈ നാഫിയായ ഇൽമായിട്ടത് മാറുള്ളൂ. ഇല്ലെങ്കിൽ അത് പണത്തിന്റെ ഇൽമായി മാറും. ഇല്ലെങ്കിൽ അത് പദവിയുടെ ഇൽമായി മാറും. ഇല്ലെങ്കിൽ ആ ഇൽമിന്റെ ഉടമസ്ഥരൊക്കെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ നമ്പുരാനെ, ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഈ പ്രഭാഷണത്തിന്റെ മേഖല കൊണ്ട് സമ്പത്ത് ഉദിക്കുന്ന ആഭാസന്മാരാക്കി ഞങ്ങളെ മാറ്റില്ല റബ്ബേ. പ്രിയപ്പെട്ട കാഫിർ പ്രസാദിമ പഠിപ്പിക്കുമ്പോ ആ ബഹുമാനപ്പെട്ടവരുടെ മുഖത്തിന്റെ പ്രകാശവും നാടിന്റെ മാധുര്യവും ജീവിതത്തിന്റെ ഇഖ്ലാസും ഒക്കെ ശിഷ്യഗണങ്ങൾക്ക് വാരി വിതറുമ്പോ അതിന്റെ ഒരംശം നീ ഞങ്ങൾക്കും തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ, സംസം വെള്ളമെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹ് നാഫിയായ ഇൽമ തരണേ അല്ലാഹ്. എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്നവരെ, വീട്ടിൽ സംസം വെള്ളമുണ്ടെങ്കിൽ പ്രഭാതം പൊട്ടിവിടരുമ്പോ അര ഗ്ലാസ് വെള്ളമെടുത്തിട്ട് നിന്റെ പിഞ്ചോമന മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട്, മക്കളെ അല്ലാഹുമ്മ ഇന്നി നസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ, നാഫിയായ ഇൽമ തരണമെന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കാൻ പറയുക. അതിന്റെ നീത്തങ്ങളും മദ്രാസ് നീത്തങ്ങളും ഒക്കെ വന്നുപോയാ, അത്തിപ്പറ്റ ഉസ്താദും കോയക്കുട്ടി ഉസ്താദും ഒക്കെ വന്നുപോയാ, ശരശ്ശേരി ഉസ്താദും ബാപ്പു ഉസ്താദും ഒക്കെ വന്നുപോയാ. ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്റർ ഇന്നലെ ഞാൻ സന്ദർശിക്കുമ്പോ ആ ഇസ്ലാമിക് സെന്ററില് റമദാനിന് ശേഷമുള്ള ചുരുക്കം ചില ദിവസം കൊണ്ട് ഇൽമ പഠിച്ചവിടുത്തെ മക്കൾ അൽഹംദുലില്ലാഹ് 3 ജുസ് മനഃപാഠമാകിയ പുണ്യമോൻ, 3 ജുസ് മനഃപാഠമാകിയ പുണ്യമോൻ. എന്റെ പട്ടാമ്പി പള്ളിപ്പുറത്ത് വന്നവരെ, ഇവിടെ ഖുർആൻ വളർന്നുവിടട്ടെ. അല്ലാഹു എന്ന ഖുർആൻ തന്റെ ഖൽബിലിറക്കി വെക്കുന്ന ഈമാൻ എന്റെ മക്കൾ വളർന്നുവിടട്ടെ. ആ പ്രിയപ്പെട്ട മക്കളോട് പ്രസംഗിച്ച് കേൾപ്പിച്ചു തന്നു. അൽഹംദുലില്ലാഹ്, അവരവിടെ ഖുർആനോട് കേൾപ്പിച്ചു തന്നു. രോമാഞ്ചമുണ്ടായിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ? ഇസ്ലാമിക് സെന്ററിന്റെ ഓരോ ചുടുകളിലും എനിക്ക് പരിചയമുള്ളതാണ്. അവർക്ക് കിട്ടിയ ഓരോ നാണയത്തും ഞാൻ എന്റെ നാവുകൊണ്ട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങളെപ്പോലെ പാവപ്പെട്ടവരിൽ നിന്ന് വാങ്ങിക്കൊടുത്തതാണ്. ഇതൊന്നും അറിയാതെ കടകം പോലെ പേരുന്നു കൊണ്ട് കുംഭവീർപ്പിക്കുന്ന കുംഭകർണന്മാര് പരത്തിവിടുന്ന ആരോപണം പോലെ നോട്ടുകെട്ടുകൾ ഉസ്താദുമാര് കൊണ്ടുപോലെ കൊള്ളയടിക്കുന്നവരാണെന്ന് പറഞ്ഞത് ചെയ്തിരിക്കുന്നു. ഇസ്ലാമിക് സെന്റർ പോലെ 100 കണക്കിന് സ്ഥാപനങ്ങൾ അൽഹംദുലില്ലാഹ് നമുക്ക് നാളെ പരലോക പരിപൂർണമായ സാക്ഷി പറയുമ്പോ ഈ ദാറുൽ അൻവാറിനെയും നീ അങ്ങനെയാക്കണയല്ല, ഈ ദാറുൽ അൻവാറിനെയും നീ അങ്ങനെയാക്കണയല്ല. മക്കളോട് പറയണമുമ്മ, ഉമ്മയാരും നടന്നുകൂടാത്ത ഉപ്പയാരും നടന്നുകൂടാത്ത എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നിസ്കരിക്കണമെന്നറിയാത്ത കാലഘട്ടമാണ്. വാപ്പ മരിച്ചു കിടന്ന വാപ്പാനെ മയ്യത്ത് വിളിപ്പിക്കാനറിയാത്ത കാലഘട്ടത്തിലെ മക്കളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയാ എന്ന ദുആ പഠിപ്പിച്ചു കൊടുത്തോ, സംസം കൊടുത്തോ. എന്നിട്ട് മക്കളെ, ഇവിടെ വാളുണ്ട്. അങ്ങനെ ജീവിക്കാൻ അല്ലാഹു കാക്കട്ടെ. ആ രീതിയിലേക്ക് നിങ്ങൾ എത്തരുത്. ഒരു ചെറുപ്പക്കാരനോട് വാപ്പ പറഞ്ഞതുപോലെ, മോനെ, ഞങ്ങൾക്ക് ദീനില്ലെങ്കിലും പെണ്ണ് കാണാൻ പോകുന്ന കുടുംബത്തിന് ദീനുള്ളവരാ, അതുകൊണ്ട് നീ പെണ്ണിനെ കാണുമ്പോൾ ദീനുള്ള ചോദ്യമായിരിക്കണം ആദ്യം ചോദിക്കേണ്ടത്, അല്ലാതെ ഇംഗ്ലീഷൊന്നും ചോദിച്ചു കളയരുത്. അങ്ങനെ മോൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോയപ്പോ പെണ്ണിനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? ദീനുള്ള ചോദ്യം വാപ്പ ചോദിക്കാൻ ചോദിച്ചത് മൺ റബ്ബുക്കായതാണ്. ഇതിനപ്പുറം ഒരു ദീനുള്ള ചോദ്യം അവൻ അറിയില്ലതുകൊണ്ട്. ഇങ്ങനത്തെ അറിവല്ല നമുക്ക് വേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ. എന്നിട്ട് സംസം ഇങ്ങനെ കുടിപ്പിക്കണം മക്കളെ. അപ്പൊ മക്കൾ ഇൽമുള്ളവരാകും, മക്കൾ അറിവുള്ളവരാകും.
അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. ബാപ്പുസ്ഥാന്റെ ഇന്നത്തെ നമ്മുടെ സമസ്തയുടെ നേതൃത്വം ബാപ്പുസ്ഥാന്റെ ചരിത്രം നിൽക്കല്ലോ. ബാപ്പുസ്ഥാദിന്റെ ബാപ്പ വലിയ മഹാനായിരുന്നു. ബാപ്പുസ്ഥാദിന്റെ ബാപ്പ വലിയ മഹാനാണ്. ബാപ്പു എന്ന് വിളിച്ചുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഉസ്താദിനെ വിരൽത്തുമ്പ് വിളിച്ചുകൊണ്ട് നടക്കുന്ന ചെറിയ പ്രായം. എവിടെ കൊണ്ടാക്കിയാലും അവിടെ നിന്നൊക്കെ ചാടിപ്പോകുമായിരുന്നു. അത്ര എവിടെ കൊണ്ടാക്കിയാലും ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ട് കാശില്ലാത്തത് കൊണ്ട്, അടിച്ചു പൊളിക്കാൻ കാശില്ലാത്തത് കൊണ്ട് ബസ്സിൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുമായിരുന്നു അത്രേ ചെറിയ പ്രായത്തിൽ ബാപ്പു ഉസ്താദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒപ്പം നാവിന് അസറുള്ളതായിരുന്നു. എന്ത് പറഞ്ഞാലും അതാണ് ഓട്ടുമല ഉസ്താദ് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. നാവിൽ അസറുള്ള ആളായിരുന്നു. എന്ത് പറഞ്ഞാലും ആസിഫിൽ നടക്കുന്ന മഹാൻ. ആ മഹാൻ കുതിച്ചിട്ട് ഈ പൊന്നുമോൻ ഇങ്ങനെ ആക്കിക്കൊണ്ടുവരാൻ കുതിച്ചില്ലേ. ശംസുൽ ഉലമയുടെ ഉപ്പ, ശംസുൽ ഉലമയുടെ ചെറിയ പ്രായത്തിൽ റൂം തുറന്നു നോക്കുമ്പോ മുഴുവനും വിദേശ ഭാഷകളിലെ പുസ്തകങ്ങളാ. അലമാര നിറച്ച്, കട്ടിൽ നിറച്ച്, മേശ നിറച്ച്, കസേര നിറച്ച് പുസ്തകങ്ങളാണ്. ശംസുൽ ഉലമയുടെ വാപ്പ വിചാരിച്ചു, പടച്ചവനെ ഇവനെ ഇങ്ങനെ വിട്ടാൽ, അങ്ങനെ അമ്മങ്ങ് വിട്ടിരുന്നെങ്കിൽ 100 APJ കലാമിന്റെ ഉപയോഗം ഇന്ത്യ രാജ്യത്തിനുണ്ടാകുമായിരുന്നു. കാരണം അത്രയ്ക്ക് തലയുള്ള ആളാ. നമ്മളെ പോലെ നിയമിച്ചെടുക്കുന്ന ആളായിരുന്നില്ല പ്രിയപ്പെട്ടവർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് ആ മഹാന്റെ ഇൽമിന്റെ പ്രകാശം അല്ലാഹു തരട്ടെ. വേറൊന്നും നമുക്ക് വാങ്ങാനുള്ള യോഗ്യതയില്ല. ആ പ്രിയപ്പെട്ട വാപ്പ പറഞ്ഞു, മോനെ നിനക്ക് ഇത്രയും മെമ്മറി ഉണ്ടെങ്കിൽ, നിനക്ക് ഇത്രയും പവർ ഉണ്ടെങ്കിൽ, നിനക്ക് ഇത്രയും ഓർമ്മശക്തിയും ബുദ്ധിവൈഭവവും ഉണ്ടെങ്കിൽ നിന്നെ ഈ മേഖലയിലേക്ക് വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ അവിടെ നിന്ന് തിരിച്ച് ആത്മീയ മേഖലയിലേക്ക് വിട്ടപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ടവർ കിടന്നുറങ്ങുന്ന ആ മഖാമിന്റെ മുറ്റത്ത് കാലുകൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ കൈകാല് വിറയ്ക്കുന്നത് ആ നാഫിയായ ഇൽമിന്റെ ഗുണമാണ്. ആ ഇൽമല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ധാർമ്മികയിലൂടെ പൊട്ടച്ചകന്മരിയിലൂടെ പട്ടിക്കാട് ജാമിയാലൂരയിലൂടെ ആയിരക്കണക്കാരെ മക്കൾക്ക് പറന്നു കൊടുക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ശംസുൽ തിരിതെളിച്ചു പോയ ഇൽമല്ലേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നാഫിയായ ഇൽമിന്റെ വക്താക്കളാക്കണയല്ല. ഞങ്ങളെയും നീ നാഫിയായ ഇൽമിന്റെ വക്താക്കളാക്കണയല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തൊരു അടുത്ത കാര്യമെന്താ? പടച്ചവരെ നല്ല വിശാലമായ ഭക്ഷണം തരണയല്ല എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം തരല്ലേ, ദാരിദ്ര്യം തരല്ലേ അല്ല. സംസം കുടിക്കുമ്പോ മഹാദ്വാതിരുന്നതാണ് ദാരിദ്ര്യം തരല്ലേ അല്ല. മൂന്നാമത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു, ശിഫാ എല്ലാ രോഗത്തിൽ നിന്നും ശിഫാ തരണയല്ല, എല്ലാ രോഗത്തിൽ നിന്നും ശിഫാ തരണയല്ല. ഈ 3 ദുആയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോ പറഞ്ഞിരുന്നത്. ഈ ദുആ തന്നെ പട്ടാമ്പിയിൽ വന്നവരെ നിങ്ങളും പറയുക. അങ്ങനെ സംസം വെള്ളം കൊണ്ടുവന്ന് മുത്തറസൂലിന്റെ മനോഹരമായ ഹൃദയത്തെ പുറത്തെടുത്തിട്ട് 3 പ്രാവശ്യം ആ ഹൃദയത്തെ കഴുകിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്നോട് ജിബ്രീൽ പറഞ്ഞു, നബിയേ ഞങ്ങൾക്കൊരു യാത്ര പോകണം നബിയേ, നമുക്കൊരു യാത്ര പോകണം നബിയേ. യാത്ര തുടങ്ങുകയാണ്. ഇനി ഇവിടെ നിന്നോട്ട് യാത്രയാണ്. നാളെ 12:30 മണിക്ക് ദുആ ചെയ്ത് തിരിയുന്ന സമയം വരെ പിന്നെ യാത്രയാ പ്രിയപ്പെട്ടവര്. അല്ലാഹുവിന്റെ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അവിടെ നിന്ന് 7 ആകാശത്തിന്റെ അന്തരങ്ങളിലേക്ക് കടന്നു പോകുന്ന യാത്രയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, നബിയെ നമുക്ക് പോയാലോ? എന്റെ ഹൃദയത്തെ സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് എന്നെ കൊണ്ടുപോവുകയാണ്. എന്തിനാണ് കൊണ്ടുപോകുന്നതെന്നറിയുമോ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ലിനുരിയഹു മിൻ ആയാതിനാ ലിനുരിയഹു മിൻ ആയാതിനാ. എന്തിനാണ് കൊണ്ടുപോകുന്നത്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാ കൊണ്ടുപോകുന്നത്. എന്റെ ഹബീബിന് ഞാൻ ലോകത്ത് കാഴ്ചവെച്ചു പോയ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കാൻ ഞാനിതാ കൊണ്ടുപോവുകയാണ്. അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, ലിനുരിയഹു മിൻ ആയാതിനാ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാണ്. അറബിൽ നിന്ന് അക്സയിലേക്ക്, അക്സയിൽ നിന്ന് ആകാശലോകത്തിന്റെ അത്ഭുതത്തിന്റെ കവാടം തുറന്നുകൊണ്ട് കൊണ്ടുപോയ
പോയത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാണ്. എന്തൊക്കെയായിരുന്നു ദൃഷ്ടാന്തങ്ങളെന്നറിയോ? ഒന്നാമത്തെ ദൃഷ്ടാന്തം മുത്ത് റസൂൽ പറയുന്നു, വഹിയൽ ബുറാഖ്. അത് ബുറാഖ് തന്നെയാണ്, അത് ബുറാഖ് തന്നെയാണ്. ബുറാഖ് ഒരു വാഹനമാണോ? ബുറാഖ് ഒരു പറവയാണോ? ബുറാഖ് ഒരു മൃഗമാണോ? ബുറാഖ് ഒരു യന്ത്രമാണോ? ബുറാഖ് ഒരു മിഷ്യനാണോ? എന്താണ് പ്രിയപ്പെട്ടവരെ ബുറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുറാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ തന്നെ പറയട്ടെ, ഹറമിന്റെ മുറ്റത്തിലേക്ക് എന്നെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ജിബ്രീൽ പറഞ്ഞു, നബിയെ നമ്മൾ പോകുന്ന വാഹനം അതാ കിടക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, ഞാൻ നോക്കുമ്പോ അതൊരു വെളുത്ത മൃഗമായിരുന്നു, അതൊരു വെളുത്ത മൃഗമായിരുന്നു എന്നല്ലാതെ റസൂൽ പറയുകയാണ്. ബർക്ക് എന്ന് പറഞ്ഞാൽ മിന്നലെന്നാണ് അർത്ഥം. ബർക്കുനെന്ന് പറഞ്ഞാൽ മിന്നുക, മിന്നലടിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ബുറാഖ് എന്ന് പറഞ്ഞാൽ മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന ഒരു മൃഗത്തിന്റെ പേരായിരുന്നു അത്. കണ്ണുകൊണ്ട് നോക്കിയാൽ എവിടം വരെയാണോ കാണാൻ പറ്റുന്നത് അവിടെയാണ് ആ മൃഗത്തിന്റെ ഒന്നാമത്തെ ചുവട്ടടി വെക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ. കണ്ണുകൊണ്ട് നോക്കിയാൽ, ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിയാൽ എവിടം വരെ കാണാൻ പറ്റും? നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ട് ഇതിന് ആകാശം എന്നാണ് പേര് വിളിക്കുന്നതെങ്കിൽ അതിന്റെ പേര് ആകാശമെന്നല്ല, അത് മുന്തഹത്തുറഫാണ്, കാഴ്ചയുടെ പരമാവധി. ഇതിനപ്പുറത്താണ് ആകാശം. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്നത് ആകാശമല്ല, ആകാശം കാണാനുള്ള കഴിവ് നമ്മുടെ കണ്ണുകൾക്കില്ല. ഇപ്പൊ നമ്മൾ കാണുന്നത് മുന്തഹത്തുറഫ്, നമ്മുടെ കാഴ്ചയുടെ പരമാവധി. അതിനപ്പുറത്തേക്ക് കാണാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് കാണുന്നതിന് ആകാശം എന്ന് വിളിക്കരുത്, കാണുന്നതിന് ആകാശം എന്ന് വിളിക്കരുത്. അതിനപ്പുറത്തേക്ക് കാണാൻ നമുക്ക് കണ്ണിന് കഴിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബി അതാണ് നമ്മുടെ വാഹനം. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ ഇതൊരു ചുവട്ടടി മുമ്പോട്ട് വെച്ചാൽ ആ ഒരു ചുവട്ടടി എന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്നതിനപ്പുറത്തേക്ക് കാലെടുത്ത് വെക്കും. ആ ബുറാഖിന്റെ മുഖത്തെക്കുറിച്ച് കിതാബുകൾ പറയുന്നു, പഠിച്ചോ. ബുറാഖിന്റെ മുഖത്തെക്കുറിച്ച് പറയുന്ന മനുഷ്യന്റെ മുഖമാണ്. ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിന് മനുഷ്യന്റെ മുഖമാണ്. അതിന്റെ ശരീരം കുതിരയുടെ ശരീരമാണ്. അതിന്റെ കാലുകൾ കാളയുടെ കാലുകളാണ്. അതിന്റെ വാല് മാനിന്റെ വാല് പോലെയാണ്. അതിന്റെ ചെവിയും നെഞ്ചും ആനയുടേതുപോലെയാണ്. ചെവിയും നെഞ്ചും ആനയുടേതുപോലെ, ശരീരം കുതിരയുടേതുപോലെ, വാല് മാനിന്റേതുപോലെ, മുഖം മനുഷ്യന്റേതുപോലെ, കഴുത്ത് ഒട്ടകത്തിൻ്റെതുപോലെ. കിതാബുകൾ പറയുന്നു, ഇസ്മുഹാ ബുറാഖ്. ആ മൃഗത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. ആ മൃഗത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. ആ ബുറാഖ് എന്ന് പറയുന്ന വാഹനം മുമ്പ് വന്ന് നിൽക്കുകയാ. പലപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഈ ബുറാഖിനെ നമ്മൾ കളിയാക്കരുത്. ചില ഓട്ടോയ്ക്ക് കിട്ടുന്ന പേര് ബുറാഖ് എന്നാണ്, ഇടാൻ പാടില്ല. നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വലിപ്പം നമുക്കറിയാം, പക്ഷെ ബുറാഖിന്റെ വലിപ്പം നമുക്കറിയാം. ചില വണ്ടി കിട്ടുന്ന പേര് ബുറാഖ് എന്നാണ്. ആ ഓട്ടോയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ പുറകിൽ ജുമയ്ക്ക് വേണ്ടി വെള്ള വസ്ത്രം ധരിച്ചവരൊക്കെ അത്തരം കരിക്കുറ്റികളെ പോലെ ആവും. ആ തരത്തിലുള്ള വണ്ടിയുടെ പേരും ബുറാഖ്. ഇതിന്റെ പലിശക്കെടുത്ത വീടിന്റെ പേര് ദാറുൽ ബറക്കത്ത് എന്ന് പറയുന്ന പോലെ. അപ്പോ അങ്ങനെ ഇടരുത്. നമ്മൾ പേരിടുന്നതിനൊക്കെ ചില യോഗ്യതകളും ചില മാന്യതകളും നമ്മൾ കാണിക്കും. നമ്മൾ പേരിടരുത്. അപ്പോ എന്താണ് ഈ ബുറാഖ് എന്നതിന് നമ്മൾ അതിശയിക്കാൻ പറ്റും. മാത്രമല്ല, ഈ മനുഷ്യന്റെ മുഖം, മനുഷ്യന്റെ കുതിരയുടെ ശരീരം, കാളയുടെ കാല്, മാനിന്റെ വാല്, ആനയുടെ നെഞ്ചും ചെവി എന്നൊക്കെ പറയുമ്പോൾ അതേ രൂപം വരച്ചു വെച്ചിട്ട് ഇത് ബുറാഖാണ്, റസൂലുള്ളാഹിയുടെ വാഹനമാണെന്ന് പറഞ്ഞ് ചില ഫോട്ടോകൾ മക്ബറകളുടെ മുമ്പിലൊക്കെ ഉറൂസിന് പോകുമ്പോൾ വയ്ക്കാൻ കിട്ടും. അതും വാങ്ങി വീട്ടിൽ വെക്കാൻ പാടില്ല. അത് ബുറാഖൊന്നുമല്ല, അത് ഈ കച്ചവടക്കാരാണ്. ചില ഒരു മക്കബറയിൽ ഞാൻ സിയാറത്തിന് പോയപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ സിയാറത്തിന് പോയപ്പോൾ ഞാൻ നൗഷാദ് വാക്കവയാണെന്ന് അറിയണ്ടല്ലോ എന്ന് കരുതിയിട്ട് തൊപ്പിയൊക്കെ ഇങ്ങനെ വെച്ച് കടയിലെടുത്ത് മാറ്റി ഇങ്ങനെ പോവുക. അപ്പൊ അറിയില്ലല്ലോ പെട്ടെന്ന്. അറിഞ്ഞാൽ പിന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ വാട്സപ്പിൽ വരും, മുസാബത്തി ഫോട്ടോ എടുക്കാൻ ഇതാണ് എല്ലായിടത്തും. അപ്പൊ അതിന് നിന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വരാതെയാവും. അതുകൊണ്ട് അറിയണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൃത്യത്തെ റബ്ബിച്ച് വെച്ച് ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കാനൊക്കെ അറിയാം. അപ്പൊ മക്കാമിലൊക്കെ ചെന്നപ്പോ ഒരുത്തർ ഇങ്ങനെ കച്ചവടം ചെയ്യാൻ കുറെ തകിട് കെട്ടി ഇട്ടിരിക്കുകയാണ്.
ഞാൻ വിചാരിച്ച അല്ലാഹു എന്റെ തകിട. നൗഷാദ് വാക്കൽ ഉസ്താദ് പറഞ്ഞ ദുആ എഴുതിയ തകിടുകളാണ്, ഉസ്താദ് എഴുതി തന്ന തകിടുകളാണ്. ആർക്കും വരാം, മക്കളില്ലാത്തവർക്ക് വരാം, പാസ്പോർട്ട് കളഞ്ഞു പോയവർക്ക് വരാം, രോഗികൾക്ക് വരാം എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ കൂടെ വന്നവരോട് പറഞ്ഞ അവനെ ഒന്ന് പോയി സംസാരിക്കുന്നത്. അപ്പൊ ഒരു 10 വാങ്ങി തുറന്നു നോക്കണ്ട എന്താ അതിനകത്തുള്ളത്, ഒന്നുമില്ല. കുറെ വലയം കൂടിയിട്ടിട്ട് ഒരു തകട് കെട്ടിയിട്ട്. അപ്പൊ ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് ചില സഹോദരിമാരുണ്ടല്ലോ, അപ്പൊ സഹോദരിമാർ ഉസ്താദ് അൽ ജവാബിലൊക്കെ പറഞ്ഞ ദുആയൊക്കെ അല്ലേ, അപ്പൊ എന്തായാലും അല്ലാഹു എത്ര രൂപയാണെങ്കിലും വാങ്ങാന്ന് പറഞ്ഞത് വാങ്ങിക്കൊണ്ടുപോകും. അതൊരു തന്ത്രമായിട്ട് ചെയ്യുന്ന ചില കള്ളന്മാരുണ്ട്. ജീവിക്കാനാണെങ്കിൽ നല്ല രീതിയിലൂടെ ജീവിക്കണം. കാസറ്റുകൾ വാങ്ങിക്കൊണ്ട് കൊടുത്തോ, പുസ്തകങ്ങൾ ഇറക്കുമ്പോൾ അതുകൊണ്ട് വിട്ടു. അല്ലാതെ ഈ കള്ളം പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ചാൽ അള്ളാഹിന്റെ കോടതിയിൽ ദാരിദ്ര്യം തീർക്കാനെന്ന് പറഞ്ഞാലും അള്ളാഹു പിടിക്കും, പടക്കും കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അത് ചെയ്യരുത്. അതുപോലെ ഇത് ബുറാഖാണെന്ന് പറഞ്ഞ് മനുഷ്യന്റെ മുഖമുള്ള, കുതിരയുടെ ശരീരമുള്ള, മാനിന്റെ വാലുള്ള, ആനയുടെ നെഞ്ചും ചെവിയുമുള്ള ആ രൂപമുള്ള ഒരു രൂപം വരച്ചിട്ട് ഇത് ബുറാഖാണ് എന്ന് പറഞ്ഞിട്ട്, ആ ബുറാഖിന്റെ വാഹനമാണെന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട്. നല്ല ഒരു പെൺകുട്ടിയുടെ മനോഹരമായ മുഖമാണ് കാണാൻ ചന്തമുള്ളത്. അത് വാങ്ങി സഹോദരിമാരൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത് കാണാം. അതൊരിക്കലും പാടില്ല, ഒഴിവാക്കണം. ആ രൂപഭാവങ്ങളായിരുന്ന ബുറാഖിനുണ്ടായിരുന്നത്. അല്ലാഹുവേ, ആ ബുറാഖ് എന്നത് നമ്മുടെ പ്രവാചകന് മാത്രമുള്ള പ്രത്യേകതയല്ല. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു ബുറാഖിലൂടെയുള്ള യാത്രയ്ക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിലൂടെ യാത്ര ചെയ്യാൻ അവസരം കൊടുത്തു എന്ന ചരിത്രം പറയുകയാണ്. തുടങ്ങട്ടെ, നമുക്ക് യാത്ര തുടങ്ങിയാലോ, അല്ലാഹുവിന്റെ റസൂല് ബുറാഖിലേക്ക് കയറുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ബുറാഖിലേക്ക് കയറുകയാണ്. ഹറമിന്റെ മുറ്റത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ബുറാഖ് പറക്കാൻ പോവുകയാണ്. ബുറാഖ് ഉയരാൻ പോവുകയാണ്. ബുറാഖ് ഉയരാൻ പോവുകയാണ്. ആരംഭ റസൂലിന്റെ മുഖത്തൊരു സങ്കടം കാണുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, മാ റഅയ്തു ഫീ വജ്ഹിക ഹാദാ, നബിയേ, ഈ സന്തോഷത്തിന്റെ യാത്ര പുറപ്പെടുമ്പോ അങ്ങയുടെ മുഖത്തെന്തിനാ സങ്കടം നബിയേ? ഈ സന്തോഷത്തിന്റെ യാത്ര പുറപ്പെടുമ്പോ അങ്ങയുടെ മുഖത്തെന്തിനാ സങ്കടം നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോ 3 വിളികൾ ഞാൻ കേട്ടു ജിബ്രീലേ. ആ 3 വിളികൾക്കും ഞാൻ മറുപടി കൊടുത്തില്ല ജിബ്രീലേ. ആ 3 വിളികൾക്കും ഞാൻ മറുപടി കൊടുത്തില്ല ജിബ്രീലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത് ഒന്നാമതിന്റെ വലതുഭാഗത്ത് നിന്നൊരു വിളി മുടങ്ങി ജിബ്രീലേ. അതിന് ഞാൻ മറുപടി കൊടുത്തില്ല. യാ മുഹമ്മദ് മുഹമ്മദേ ഒന്ന് നോക്കുമോ എന്ന് പറഞ്ഞ് രണ്ടാമത് ഇടതുഭാഗത്ത് നിന്നൊരു വിളി മുടങ്ങി ജിബ്രീലേ. ഞാൻ നോക്കിയില്ല ജിബ്രീലേ. അവസാനമതാ പുറകുഭാഗത്ത് നിന്ന് ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഏറ്റവും നല്ല സൗന്ദര്യം തുളുമ്പുന്ന ഒരു വിളി എന്റെ പുറകുഭാഗത്ത് നിന്ന് മുഴങ്ങി ജിബ്രീലേ. ഞാൻ അതിനൊന്നും മറുപടി കൊടുത്തില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ജിബ്രീൽ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അങ്ങ് മറുപടി കൊടുക്കരുത് നബിയേ. ഒന്നാമത് വിളിച്ചത് യഹൂദികളാണ് നബിയേ, യഹൂദന്മാരുടെ വിളിയാണ് നബിയേ. അങ്ങ് മറുപടി കൊടുത്തിരുന്നെങ്കിൽ അങ്ങയുടെ ഊത്ത് മുഴുവനും യഹൂദികളായി പോകുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഇടതുഭാഗത്തിൽ നിന്ന് വിളിച്ചതോ അത് നസ്രാനികളാണ് നബിയേ. ലോകത്ത് ഒരുപാട് ഫിത്നകൾ ഉണ്ടാകുന്ന, ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളവരാണ് ചെറുപ്പക്കാരാ. ലോകത്ത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വികാരം സൃഷ്ടിക്കുന്നതവരാണ് ചെറുപ്പക്കാരാ. എന്റെ മുമ്പിലിരിക്കുന്നവര് പട്ടാമ്പിയിലെ മുസ്ലിം പെണ്ണ് പ്രസവിക്കുന്നത് നസ്രാനികളുടെ ഹോസ്പിറ്റലിലല്ലേ? പട്ടാമ്പിയിലെ മുസ്ലിം മക്കൾ പഠിക്കുന്നത് നസ്രാനികളുടെ സ്കൂളുകളിലല്ലേ? പരിശുദ്ധമായ മുസ്ലിം മഹലിന്റെ ചുറ്റുവട്ടത്ത് ദാറുൽ അൻവാറിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ, സ്കൂൾ തുടങ്ങിയാൽ അവിടെ മുസ്ലിം മക്കളെ പഠിപ്പിക്കുന്നവർ കുറവല്ലേ? കോളേജ് തുടങ്ങിയാൽ അവിടെ പഠിക്കുന്ന മുസ്ലിം മക്കൾ കുറവല്ലേ? സ്റ്റാറ്റസിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറപ്പെട്ട വെട്ടിപ്പേറ്റിട്ട് സിമ്പല് നോക്കി ഓടുന്ന മൃഗങ്ങളായിട്ട് ഈ സമുദായത്തിന്റെ മക്കളെ പഠിക്കുമ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ,
ഇടതുഭാഗത്തുനിന്ന് വിളിച്ചത് നസ്രാനികളാണ് നബിയെ. അമാ ഇന്നക്കലോ അജത്തഹൂല പ്രസവത്തിലെ തനസരത്ത് ഉമ്മത്തുക, അങ്ങ് തിരിഞ്ഞു നോക്കിയവർക്ക് മറുപടി കൊടുത്തിരുന്നെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് മുഴുവനും നസ്രാനികളാകുമായിരുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പുറകിന്ന് വിളിച്ചതാരാ? ജിബ്രീൽ പറഞ്ഞു, നബിയേ ദുനിയാ, അത് ദുനിയാവാണ്. ഈ യാത്ര ഒരു അത്ഭുതമായതുകൊണ്ട് ദുനിയാവിന് സങ്കടമാണ്. ആഡംബരവും മോഡലും സ്റ്റൈലും ഒക്കെ പകരാൻ പോകുന്ന യാത്രയല്ലേ, നരകം കാണുന്ന യാത്രയല്ലേ, സ്വർഗം കാണുന്ന യാത്രയല്ലേ. നമ്മൾ പഠിക്കാൻ പോകലാ. പട്ടാമ്പി പള്ളിപ്പുറത്ത് 3 മൂലയിൽ വന്ന പ്രിയപ്പെട്ടവര്, ഈ യാത്രയിൽ മുത്തറസൂല് കാണുന്ന അത്ഭുതങ്ങളെ ഓരോന്നോരോന്നോരോന്ന് കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ പോവുകയാ. സരളമായ വാക്കുകൊണ്ട് ശൈലി കൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന 10,000 ഞാൻ വ്യക്തമായിട്ട് അതിനെ വരച്ച് കാണിച്ചു വരാൻ പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന, നബിയേ പുറകിൽ നിന്ന് വിളിച്ചത് ദുനിയാവാണ് നബിയേ. ആ ദുനിയാവിന്റെ മറുപടി അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ലഹത്താറത്ത് ഉമ്മത്തുക്ക ദുനിയാ അല്ലാഹുവാ, ആഖിറത്തെക്കാളും ദുനിയാവിനെ അവർ തിരഞ്ഞെടുക്കുമായിരുന്നു നബിയേ. അതുകൊണ്ട് ദുനിയാവ് ഒരുപാട് ആഡംബരത്തോടെ കൊണ്ടു നടക്കുന്നവർ മുത്തറസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെങ്കിലും പുറത്താണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവേ പടച്ചവനെ, തെക്കൻ കേരളത്തിന്റെ കൊല്ലം ജില്ലയില് 1.5 ഏക്കർ സ്ഥലമാണ് സമസ്തയ്ക്ക് വേണ്ടി ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞത്. സമസ്തയുടെ 90ാം വാർഷിക സമ്മേളനം നടക്കുന്നു. 1.5 ഏക്കർ വസ്തു കൊടുക്കാമെന്നൊരു സഹോദരൻ പറയുന്ന സമസ്തയ്ക്ക് വേണ്ടി ഞാൻ ബാപ്പു ഉസ്താദിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞതെന്തെന്നറിയോ? എന്റെ പൊന്നുമോനെ, ആർക്കും ഇവിടെ സമയമില്ല. എന്റെ പൊന്നുമോനെ, ഇവിടെ ആർക്കും സമയമില്ല. ഓരോരുത്തർക്ക് ഓരോ സ്ഥാപനങ്ങളും തിരക്കുകളുമാണ്. അല്ലാഹുവേ, അങ്ങനെ പറയുന്ന 1ാമത്തെ പണ്ഡിതനെയാണ് ഈ കേരളത്തിൽ ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു തുണ്ട് ഭൂമി കിട്ടുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നായകളെ പോലെ നക്കി നടക്കുന്നവരല്ലേ ഈ കേരളത്തിന്റെ മണ്ണിലുള്ളൂ. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ മണ്ണിലുള്ളൂ. അതിനും വ്യത്യസ്തമായിട്ട് പുരിയുപോലെ പറയുകയാണ്. അത് നോക്കി നടത്തണ്ടേ, അത് പൊരുത്തമുള്ള പണം കൊണ്ടാവണ്ടേ, അത് ഹലാലായ വരുമാനം കൊണ്ടാവണ്ടേ. പടച്ചവരെ, നിങ്ങളുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കണേയല്ലോ, ആരോഗ്യം കൊടുക്കണേയല്ല. ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഭാഗത്ത് തോർത്ത് വിരിച്ചിട്ട് കാസർഗോഡ് നിന്ന് മലബാർ വരെ യാത്ര ചെയ്തതാരാ? ട്രെയിനിന്റെ ബാത്റൂമിന്റെ ഭാഗത്ത് അല്ലാഹുവേ, പഞ്ചത്തോളത്ത് കിടന്ന് തോർത്ത് വിരിച്ചിട്ട് തിരക്കുകൾക്കിടയിൽ ജനങ്ങൾ നടന്നു പോകുന്നതിനിടയിൽ കിടന്നിട്ട് കാസർഗോഡ് മുതൽ മലബാർ വരെ യാത്ര ചെയ്തതാരാ? അല്ലാഹുവേ, ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ബാത്റൂമിന്റെ മുന്നിൽ തോർത്ത് വിരിച്ച് കിടന്ന് യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടെന്നറിയോ? കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല. ഒരു വാക്ക് പറഞ്ഞാൽ ലോകം മുഴുവനും സെക്കൻഡുകൾ കൊണ്ട് സ്വർണ്ണപ്പേടകത്തിന്റെ കത്തിരിപ്പിട്ട് കോഴക്കുട്ടി ഉസ്താദിനെ പ്രവർത്തിക്കോ. കേരളത്തിന്റെ മതിൽ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് മക്കളെ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, യാ റസൂലല്ലാഹ്, അങ്ങൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് ദുനിയാവ് തിന്നുന്നവരാകുമായിരുന്നു. അങ്ങ് നോക്കിയില്ലല്ലോ, അൽഹംദുലില്ലാഹ്. അങ്ങനെ യാത്ര തുടങ്ങുകയാണ്. മനോഹരമായ സൗന്ദര്യ തീരത്തിലൂടെ പുറത്താക്കി മുമ്പോട്ട് നീങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞങ്ങളൊരു മനോഹരമായ സ്ഥലത്തെത്തുകയാ. ഈന്തമരങ്ങൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മനോഹരമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തുകയാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞയോ, റസൂലല്ലാഹ്, അവിടെ നമുക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകാം. ഈത്തപ്പന മരങ്ങൾ മാത്രം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമെത്തിയപ്പോ ജിബ്രീൽ പറഞ്ഞു, നബിയേ, അവിടെ നമുക്ക് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പോകാം. ഞാൻ അവിടെ നമസ്കരിച്ചു. ആ സ്ഥലത്തിന്റെ പേര് യസ്രിബ് എന്നായിരുന്നു.
പരിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നതിന്റെ ഇടയിലാണ് മദീന. അന്ന് മദീനയില്ലായിരുന്നു പട്ടാമ്പിക്കാരെ. ഇസ്രാ മിഅ്റാജ് നടക്കുന്ന ദിവസം മദീന എന്ന് പറയുന്ന സംഭവമില്ല. അവിടെ യസ്രിബായിരുന്നു, ഈന്തമരങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലമാണ്. അവിടുന്ന് നമസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, ഈ സ്ഥലമേതെന്ന് അറിയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിന് മനസ്സിലായില്ല. പിൽക്കാലത്ത് മക്കയിലുള്ളവർ തന്നെ ഓടിക്കുമ്പോൾ, മക്കക്കാര് തന്നെ ആട്ടി ഓടിക്കുന്നു. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം മക്കത്തിൽ നിന്ന് മദീന എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് ഞാൻ ഹിജ്റ വരേണ്ടതെന്ന് അല്ലാഹുവിന്റെ റസൂൽ അറിഞ്ഞിരുന്നില്ല. ഇവിടെയാണ് തന്റെ മനോഹരമായ മസ്ജിദുൻ നബവിയും നടന്നിരുന്നില്ല. ഇവിടെയാണ് റൗളാ ശരീഫും നടന്നിരുന്നില്ല. അവിടെയാണ് മറുകാതി പോയിട്ട് പാട്ടുപാടും നടന്നിരുന്നില്ല. അവിടെയാണ് അഹ്മദുൽ കബീർ റൗളാ ശരീഫിന്റെ കവാടം തുറന്നുകൊണ്ട് പ്രേമത്തിന്റെ കൊട്ടാരം പണിയും നടന്നിരുന്നില്ല. അവിടെയാണ് ദാസക്കിത്തങ്ങളെ പോലെയുള്ള മഹാന്മാര് വന്നിട്ട് ചങ്ക് പൊട്ടി മരിച്ചു വീടും നടന്നിരുന്നില്ല. അവിടെയാണ് ആലിമീങ്ങളും ആശിക്കീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും സാറാഫീങ്ങളും സ്വാലിഹീങ്ങളും സയ്യിദന്മാരുമല്ല ഉരുകി ശരീഫിന്റെ മുന്നിൽ മറിഞ്ഞു വീഴുന്നത് അവിടെയാണ് നടന്നിരുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ പുണ്യഭൂമിയിലേക്കാണ് അങ്ങ് മക്കത്തിൽ നിന്ന് ഹിജ്റ വരേണ്ടത് നബിയേ. ഈ പുണ്യഭൂമിയിലേക്കാണ് അങ്ങ് മക്കത്തിൽ നിന്ന് ഹിജ്റ വരേണ്ടത് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ ഹബീബല്ലാഹ്, ഇവിടെയാണ് അങ്ങയെ അടക്കം ചെയ്യുന്നത് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് അപ്പോഴത്തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, അത്ര പരിശുദ്ധമാണ് മദീന. ഇന്നുവരെ മദീനയിൽ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഈ കൈ ഉയർത്തുന്നവര് ഭാഗ്യവാന്മാരാണ്. അടുത്ത വർഷം ദാറുൽ അൻവാറിന്റെ പ്രോഗ്രാമിന് മുമ്പ് താഴ്ത്തിടണ്ട. അടുത്ത വർഷം ദാറുൽ അൻവാറിന്റെ പ്രോഗ്രാമിന് മുമ്പ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മദീന കണ്ടിരിക്കും. അല്ലാഹുവേ, ഇവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്, ഇവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഒരു 10-15 ചെറുപ്പക്കാരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പോകുന്നുണ്ട്. അത്ര മതി. 100-150 കൊണ്ടുപോകണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല. അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് ഒഴിവാക്കി. ആകെ എന്നോടൊപ്പം ഉള്ള 10-15 പേരെ കൊണ്ടൊന്ന് പോവും ഇൻഷാ അല്ലാഹ് മാസത്തിന്റെ അവസാനം. ഒന്ന് പോയിട്ട് ഒന്നും ആഗ്രഹമുണ്ട്. അതൊക്കെ പാവപ്പെട്ടവരാണ്. ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ കയ്യിൽ കാശൊന്നുമില്ല. എങ്കിലും ഒരു പരിശ്രമം നടത്തും, പറ്റുമെങ്കിൽ കൊണ്ടുപോകും. കുറെ കാലം കൊണ്ടിങ്ങനെ വാല് പോലെ എന്നോട് നടക്കുന്ന കുറെ സഹോദരങ്ങളാണ്. അപ്പോ ഒന്ന് അവരെ കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ നിയ്യത്ത് ചെയ്യണം. അതിനിപ്പോ ഈ വലിയ ഉസ്താദുമാരോടെയും പ്രവാസകന്മാരുടെ എപ്പോഴും ഓടുന്നൊന്നും നിങ്ങൾ അങ്ങനെ കരുതണ്ട. അതൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. നിങ്ങൾ നിയ്യത്തിന് കാശുണ്ടാക്കി പോവാ. അത് തന്നെ നിങ്ങൾ തീരുമാനിക്കണം. അത് തന്നെയാണ് നമുക്ക് ആവശ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഈ സദസ്സിന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. അവൻ മദീനയിലേക്ക് പോയിട്ട് ഹിദായത്തുമായി മടങ്ങി വന്നവനാണ്. സർവ്വ തെമ്മാടിത്തരങ്ങളുണ്ടായിരുന്നു. പരിചയപ്പെടുത്തുന്നതിൽ എനിക്കിപ്പോ മോശമൊന്നുമില്ല. അവരിങ്ങനെ മോശം വന്നിട്ട് കാര്യമൊന്നുമില്ല. സർവ്വ തെമ്മാടിത്തരങ്ങൾ. കാസർഗോഡ് ജില്ലക്കാരനല്ലേ, ഇന്ന് പാസ്പോർട്ട് ഉണ്ടാക്കി നാളെ കയറ്റി വിടുന്ന ആളെ കൂട്ടത്തിൽപ്പെട്ട ആളെ. പക്ഷേ അൽഹംദുലില്ലാഹ് മഹദി ഫാത്തിമ എന്ന കാസറ്റ് കേട്ടിട്ട് ചിലപ്പോ പിടുത്തടിച്ചിരുന്നായിരിക്കും കേട്ടത്, പറയാനൊന്നും പറ്റില്ല. അത് കേട്ട് തീർന്നിട്ട് പിറ്റേന്ന് രാവിലെ പൈസ ഉണ്ടാക്കി പാസ്പോർട്ട് കൊടുത്തു, ഉംറയ്ക്ക് പോയി. പിന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് വരെ നിസ്കാരം കളാക്കിയിട്ടില്ല, മോഷണങ്ങൾ ചെയ്തിട്ടില്ല, പഴയതിലേക്ക് മടങ്ങി പോകുന്നില്ല. എത്രയോ വർഷങ്ങളായി. അല്ലാഹു തആല ഹിദായത്ത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിനു വേണ്ടിയിട്ടല്ലേ ഈ ത്യാഗം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ എന്താ കരുതിപ്പോയി പ്രിയപ്പെട്ടവരെ? കുറെ ഇങ്ങനെ ജനങ്ങളെ കൂട്ടിയിട്ട് പാർട്ടി ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിക്കാനാണോ? കുറെ കയ്യടി വാങ്ങാനാണോ? അതിനൊന്നും കാര്യമില്ല. എത്ര ചെറുപ്പക്കാരാണ് ചതഞ്ഞറിഞ്ഞു പോകുന്നത്. ഈ വീഡിയോ പിടിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ നാട്ടിൽ 10-20 ചെറുപ്പക്കാർ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. 3-4 വർഷത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ 10-20 ചെറുപ്പക്കാരെ പോയത്. കാണാൻ അഴകും ഭംഗിയുമുള്ള, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നല്ല ഗ്ലാമറുള്ള മുഖം പോസ്റ്റ് ചെയ്ത ചെറുപ്പക്കാർ. മണത്തലപ്പള്ളിയുടെ മുമ്പ് ഉസ്താറെ ആ ചെറുപ്പക്കാരൻ കിടക്കുന്ന കണ്ടപ്പോ ഉസ്താറെ കണ്ണ് പൊട്ടിപ്പോകുന്നു, ഉസ്താറെ ചങ്ങ് വാടിപ്പോകുന്നു, ഉസ്താറെ
അല്ലാഹുവേ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. മടങ്ങി വാ ചെറുപ്പക്കാര, മനസ്സ് മദീനയ്ക്ക് കൊടുത്തോ, മുത്ത് റസൂലിന് കൊടുത്തോ, ജീവിതം അല്ലാഹുവിന് കൊടുത്തോ. എന്നും കന്നുകാലികളെ പോലെ ഇന്ന് കുടിച്ച് രസിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല യുവാക്കളെ, കാര്യമില്ല യുവാക്കളെ, അർത്ഥമില്ല യുവാക്കളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദീന കാണിച്ചു കൊടുത്ത് ജിബ്രീൽ ഇസ്രായേലിന്റെ യാത്രയിൽ അല്ലാഹു കാണിച്ചു കൊടുക്കണമെങ്കിൽ അത്രത്തോളം അത്ഭുതമുള്ളത് കൊണ്ടല്ലേ, അത്രത്തോളം അത്ഭുതമുള്ളത് കൊണ്ടല്ലേ. അല്ലാഹു ആ മണ്ണ് കാണാനുള്ള ഭാഗ്യം തരട്ടെ. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേരെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റോളത വീട്ടിലായി മാത്രം പറന്നേരെ. ഞാനൊരു മലരിൽ മണമായിരുന്നെങ്കിൽ റോളതൻ മണമായി എന്നും ലയിച്ചേരെ. കടലായ ആറ്റൽ ഹബീബായോ മുൻശറമേറ്റി ശഫാഅത്തിനുടയോ വാഴുമാ പാവന തീരത്തിരണയാനൻ ഉള്ളം കൊതിച്ചു പോയി. എന്റെ ഹൃദയം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ വീട്ടിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ മേപ്പിലായി മാത്രം പറന്നേനെ. അല്ലാഹുവേ, ഈ പള്ളിപ്പുറത്ത് ദാറുൽ സ്വർഗതീരത്ത് വന്നിരുന്നുകൊണ്ട് ഞങ്ങൾ മദീന കണ്ടിട്ടില്ല ഉസ്താദേ, ഞങ്ങൾ മദീന കണ്ടിട്ടില്ല ഉസ്താദേ, ഞങ്ങൾ ആ സൗന്ദര്യ തീരത്ത് പോയിട്ടില്ല ഉസ്താദേ, ഞങ്ങൾ ആ മസ്ജിദ് നബവിയുടെ മുമ്പ് പോയിട്ടില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് കരമുയർത്തിയ പ്രിയപ്പെട്ട 10,000 മദീന കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലോ, മദീന കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലോ, മദീന കാണിക്കാതെ മരിപ്പിക്കല്ലേ അല്ലോ. യാത്ര തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സിരിവിൽ നിന്ന് മദീന കടന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോകുന്ന വഴിയിൽ ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോ ജോർദാൻ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറുള്ളത്. ഞങ്ങളൊക്കെ ഒരുപാട് മഖാമുകൾ പോകുന്ന കൂട്ടത്തില് അല്ലാഹുവേ ഫലസ്തീൻ യാത്രയില് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയിൽ ആ മണ്ണിൽ പോയി ചവിട്ടി നിന്ന് ദുആ ചെയ്തതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ ഖബറിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങിയിട്ട് പോകാം. അവിടെ ഇറങ്ങിയെന്ന അഭിപ്രായം പറയുന്നു, ഇറങ്ങാതെ കണ്ടിട്ട് പോയെന്ന അഭിപ്രായം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ മൂസാ നബിയുടെ ഖബറിലേക്ക് നോക്കുമ്പോൾ മൂസാ നബി ആ ഖബറിന്റെ അകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിന്നീട് അവിടെ ഒരു പാറയുടെ മുകൾ ഭാഗത്തുള്ള പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തുള്ള ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം ഖബറിന്റെ അരികിൽ ഇറങ്ങിയെന്ന ചരിത്രം പറയുകയാണ്. അവിടെയൊക്കെ പോകണ്ടേ സഹോദരങ്ങളെ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ഖബറിന്റെ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങിയിട്ട് അവിടെ മൂസാ നബിയുടെയോ ശുഐബ് നബിയുടെയോ ഖബറിന്റെ ഭാഗത്ത് പോയി 2 റക്അത്ത് നമസ്കരിച്ചിട്ട് യാത്ര തുടങ്ങിയെന്നാണ്. പിന്നെ എങ്ങോട്ട് പോകുമ്പോ ഒരു സൗന്ദര്യമുള്ള ഒരു സുഗന്ധം പരത്തുന്ന ഖബറിന്റെ മുമ്പിലൂടെ മൂസാ ബഹുമാനപ്പെട്ട മുത്ത് റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. ബുറാഖ് എന്ന് പറയുന്ന മൃഗത്തിന്റെ മുകളിലാണ് ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന, ജിബ്രീൽ, ഈ സുഗന്ധം വരുന്ന ഖബർ ആരുടെ ഖബറാണ്? എന്റെ പെങ്ങളെ, ഇനിയുള്ള 10-15 മിനിറ്റ് നിനക്കുള്ളതാ പെങ്ങളെ, പട്ടാമ്പീര പെങ്ങളെ, ഇനി നിനക്കുള്ള 15 മിനിറ്റാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതം മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടവളാണ് നീ എന്ന് മറന്നു പോകല്ല പെങ്ങളെ. മുടി വളർത്താനും ചുണ്ട ചോദിക്കാനും കവള് മൃദുലമാക്കാനും വേണ്ടി, കാമുകന്മാരെ വലയിൽ വീഴ്ത്താനും വേണ്ടി ഈ ആപാത്തകളെ പോലെ നരകത്തിന്റെ ചൂടടിച്ചുകൊണ്ട് എരിഞ്ഞു വീഴുന്നവരായിട്ട് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന്റെ പെൺമക്കളെ പതിക്കാൻ പാടില്ല. പഠിച്ചോ, ഈ ചരിത്രം പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ,
ഈ സുഗന്ധം എപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഖബർ ആരുടെ ഖബറാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അതൊരുമ്മയുടെയും 3 മക്കളുടെയും ഖബറാണ് നബിയേ. അതൊരുമ്മയുടെയും 3 മക്കളുടെയും ഖബറാണ്. അതൊരുമ്മയുടെയും 3 മക്കളുടെയും ഖബറാണ്. ഒരുമ്മയെയും 3 മക്കളെയും ഒരുമിച്ചടക്കിയിരിക്കുന്ന ഖബറാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് മുത്ത് റസൂൽ ചോദിക്കുന്നു, എന്തേ ഈ ഖബറിന്റെ അകത്ത് നിന്ന് സുഗന്ധം പുറത്തു വരാനുള്ള കാരണമെന്ത്? ഈ ഖബറിന്റെ അകത്ത് നിന്ന് എപ്പോഴും സുഗന്ധം വരാനുള്ള കാരണമെന്ത്? അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇതാരെന്നറിയോ? മഹദിയാരം ആശിത്താറിയല്ലാഹുന്നയും മക്കളുമാണ്. ലോകാവസാനം വരെ അവരുടെ ഖബറിന്റെ അകത്ത് നിന്ന് അല്ലാഹു സുഗന്ധം ഇങ്ങനെ പുറത്തു കൊണ്ടുവരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ബറ്റാമി പള്ളി പുറത്തു വന്ന പെങ്ങളെ, നിന്റെ വീട്ടിലെ ഉമ്മയെ കൊണ്ടുവന്ന് അടക്കിയ ഖബറ് 3 ദിവസം കഴിഞ്ഞ് നിനക്കൊന്ന് തുറന്നു നോക്കാൻ പറ്റുമോ? നിന്റെ വീട്ടിലെ പൊന്നുമോളെ കൊണ്ടുവന്ന് അടക്കിയ ഖബറ് 2 ദിവസം കഴിഞ്ഞ് നിനക്കൊന്ന് തുറന്നു നോക്കാൻ പറ്റുമോ? ദുർഗന്ധമല്ലേ? കണ്ണുകളിൽ ഇരുന്ന ഭാഗത്ത് വലിയ കുഴിയല്ലേ? അല്ലാഹുവേ, ഇടജന്തുക്കൾ കൊത്തിവലിക്കാൻ നിന്നെ കാത്തിരിക്കുന്നില്ലേ? അതല്ലേ ഖബർ വിളിച്ചു പറയുന്നത്, അനബൈത്തുൽ വഹിദ, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് കിടത്തുന്ന വീടാണ്. അനബൈത്തു തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. ഞാൻ മണ്ണിന്റെ വീടാണ്. ഞാൻ സങ്കടത്തിന്റെ വീടാണ്. ഞാൻ കണ്ണീരിന്റെ വീടാണ്. ഞാൻ നൊമ്പരത്തിന്റെ വീടാണെന്ന് ഖബർ വിളിച്ചു പറയുമ്പോ, വീടിന്റെ നിലക്കണ്ണാടിയുടെ മുന്നിൽ കാമുകനെ കാണാനുള്ള വിപ്രാളം കൊണ്ട് ലിപ്സ്റ്റിക് ചുണ്ടത്ത് പുരട്ടിയിട്ട് പുഞ്ചിരി മതിയാകുമോയും പരിശോധിക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ പെണ്ണേ, അലമാരയുടെ അകത്തകത്തടുക്കി വെച്ചിരിക്കുന്ന എത്ര വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും മാറ്റിയിട്ട് ലെഗിൻസ് എന്ന് പറയുന്ന കാലിനോട്, കാലിന്റെ തുടയുടെ തലയോട് തൊലിയോട് ഒട്ടിക്കിടക്കുന്ന ലെഗിൻസ് എന്ന് പറയുന്ന ചുരിദാറിന്റെ പെയിന്റിട്ടുകൊണ്ട് പട്ടാമ്പിയിലെ കല്യാണത്തിനും ഷോപ്പിംഗ് മാളിലും പോയിട്ട് കാമുകന്മാരുടെ മനസ്സിളക്കാമെന്ന് മോഹിക്കുന്ന പെണ്ണേ, നിന്നെ കാത്തിരിക്കുകയാണ്. മാറി കുലുക്കി നടന്ന് ഭൂമി നിറപ്പിക്കും പെണ്ണേ, നീയും ഒരു പീടി മണ്ണാ, നിന്നെയും ഖബറിലടക്കും 3 കഷ്ണം തോണി ചുറ്റി മുറിയാതെ ചൊല്ലി ഖബറിലേക്കുള്ളൊരു പോക്ക് കൽവിൽ നീ ഓർത്തും നോക്ക്. സുന്ദരിയായി ചുണ്ട് ചുമപ്പിച്ചുകൊണ്ട്, കവിള് ചുമപ്പിച്ചുകൊണ്ട്, റോസ് പൗഡർ ഇട്ടുകൊണ്ട് കവിളിനെ നിമിഷപ്പെടുത്തിയിട്ട് ഷോപ്പിംഗ് മാളിന്റെ ഒരു മാലാകയെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന പെണ്ണേ, സുഗന്ധമല്ല പെങ്ങളെ, നീ മരിച്ചു മണിക്കൂറുകൾക്കകം തന്നെ നിന്റെ ശരീരത്തിൽ വന്ന ദുർഗന്ധം പുറത്തു വരികയാ. നീ മുലപ്പാല് കൊടുത്ത മക്കൾ പറയുകയാണ്, ഉമ്മാടെ ശരീരത്തിന് എന്തോ ഒരു ദുർഗന്ധമാണ്. ഇത് മാഷിപ്പയാണ് പെണ്ണേ. ഇന്നപോലെ നിസ്കരിക്കാറ്, നോമ്പ് പിടിക്കാറ്, ഖുർആനോടാറ്, ശരാബിനല്ലാറ്, ഉംറ ചെയ്യാറ്, ഹജ്ജ് ചെയ്യാറ്, അത്താറോടാറ്, ഈമാനില്ലാറ്, യാസീനോടാറ്, ദിക്റില്ലാറ്, കള്ളിനും കഞ്ചാവിനും പെണ്ണിനും ആഡംബരത്തിനും സീരിയലിനും സിനിമയ്ക്കും ദുനിയാവിനും ആർഭാടത്തിനും വേണ്ടി മാത്രം ജീവിച്ച പെണ്ണിന്റെ കഥയല്ല പൊന്നുമോളെ. നിന്നെ പോലെ ദുനിയാവിന് വേണ്ടി എഴുന്നടങ്ങിയ പെണ്ണിന്റെ കഥയല്ല. എന്റെ പള്ളിപ്പുറത്ത് വന്ന ഉമ്മ, എന്റെ പള്ളിപ്പുറത്ത് വന്ന പെങ്ങളെ, ഉസ്താദേ 1.5 വയസ്സുള്ള എന്റെ പൊന്നുമോന് ഹാർട്ടിൽ 2 ദൂരമാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞ ഉമ്മ. 1.5 വയസ്സുള്ള എന്റെ പൊന്നുമോന് ഹാർട്ടിൽ 2 ഹോളുണ്ട് ഉസ്താദേ, ദ്വാരക്കണം. പ്രതിസന്ധി ഘട്ടത്തിലാണ്, നിർണായക സമയമാണ്. ഇന്നത്തെ ദുആ കൊണ്ടൊരു നേട്ടമുണ്ടെങ്കിൽ എന്റെ പൊന്നുമോന് രക്ഷയാണ്. അങ്ങനെ പറഞ്ഞ ഒരുമ്മ
മൂടല്ലൂര് ബഹുമാനപ്പെട്ട ഹുറൈറ കുട്ടി ഡോക്ടറുടെ നിയാസമ്മ ശിയാസമ്മ എന്റെ കൂട്ടുകാരുടെ നാട്ടില് ഒരു പ്രിയപ്പെട്ട കുടുംബമുണ്ട്. അവരെന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടുപോയ എന്റെ ഭാര്യയുടെ ജേക്കത്തിയുടെ ഭർത്താവിന്റെ യതീമായ പൊന്നുമോൾക്ക് മാസാമാസം ഒരു ചെറിയ തുക കൊടുത്ത് സഹായിക്കുന്നവരാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സഹോദരൻ അത്യാസന്ന നിലയിലാണ്, അപകടത്തിൽ പെട്ടുകിടക്കുകയാണ്, സാധ്യത വളരെ കുറവാണ്. ഇന്ന് പട്ടാമ്പിയിലെ സാന്ത്വന തീരത്ത് ഉസ്താദെന്ന് ചെങ്കപൊട്ടി ദ്വാരന്നാൽ അവിടെ വരുന്ന 10,000 ഉസ്താദിന്റെ സദസ്സിൽ വരുന്ന മുത്തഖീകളൊന്ന് ആമീൻ പറഞ്ഞാൽ നിങ്ങളുടെ പൊന്നമോന് നിങ്ങളുടെ സഹോദരൻ ആശ്വാസം കിട്ടുമെന്ന് പറയുമ്പോ എന്റെ പെങ്ങളെ എടുത്ത സമയത്ത് വാട്സപ്പിലൂടെ കണ്ടില്ലേ, ക്യാൻസർ ബാധിച്ച ഉമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ട് ഉമ്മാടടുത്തിരുന്നുകൊണ്ട് 11 വയസ്സുള്ള മോള് പറയുകയാണ്, എനിക്കുമ്മയല്ലാതെ ആരുമില്ല ജനങ്ങള്, ഈ ഉമ്മയല്ലാതെ എനിക്കാരുമില്ല, ഈ ഉമ്മയല്ലാതെ എനിക്കാരുമില്ല. എന്റെ ഉമ്മ മരിച്ചാ പിന്നെ ഞാൻ പെരുവഴിയിലാണ്. അതുകൊണ്ട് ഉമ്മാടെ ക്യാൻസറിന്റെ വലിയൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്, അതിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടുകാരന്റെ അയൽവാസിയായ ദീനീ പ്രവർത്തകനായ ചെറുപ്പക്കാരന്റെ മൊബൈലിന്റെ വാട്സപ്പിലൂടെ പൊട്ടിക്കരഞ്ഞ 11 വയസ്സുകാരി. ഇതൊക്കെ മറക്കാൻ എങ്ങനെ കഴിയുന്ന പള്ളിപ്പുറത്തെ പെങ്ങളെ, ഇത് മറക്കാൻ എങ്ങനെ കഴിയുന്ന പട്ടാമ്പിയുടെ പെങ്ങളെ, ഇത് മറക്കാൻ എങ്ങനെ മനസ്സ് വരുന്ന പൊന്നുമോള്, എങ്ങനെ ജീവിക്കാനാ കൊതിക്കുന്നൊരു പൊന്നുമോള്, എങ്ങനെയാണ് അല്ലാഹുവിനെ മറന്നിട്ട് ദുനിയാവിന് താന്തോന്നികളെ പോലെ ജീവിച്ചു തീർക്കാൻ എന്റെ മനസ്സിന് പ്രേരണ വരുന്നതുണ്ടേ. അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു പെണ്ണിന്റെ കബറാണ്, ഇതൊരു പെണ്ണിനെയും മക്കളെയും അടക്കിയിരിക്കുന്ന കബറാണ്. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ കബറിന്റെ അകത്തുനിന്ന് സുഗന്ധം തരണേ അല്ലാഹ്. കബറിന്റെ അകത്തുനിന്ന് സുഗന്ധം കിട്ടണമെങ്കിൽ കബറിന്റെ മുകളിൽ ഖുർആൻ ഓതുന്നവരുണ്ടാകണം. കബറിന്റെ അകത്തുനിന്ന് സുഗന്ധം കിട്ടണമെങ്കിൽ കബറിന്റെ മുകളിൽ ഖുർആൻ ഓതുന്നവരുണ്ടാകണം. കബറിന്റെ മുകളിൽ ഖുർആൻ ഓതുന്നവരുണ്ടെങ്കിലേ കബറിന്റെ അകത്ത് നിന്ന് സുഗന്ധം വരികയുള്ളൂ. അല്ലാഹുവിന്റെ കണ്ണു സുഖമില്ലാതെ ഞാൻ വീട്ടിലിരുന്ന ദിവസം കണ്ണു വേദനയെടുത്തിട്ട് സഹിക്കാൻ കഴിയാതെ എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് ഞാൻ വിഷമിക്കുമ്പോ ഉസ്താദ് അഹമ്മദ് എന്ന 10 വയസ്സുകാരനായ എന്റെ പൊന്നുമോൻ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ കൈതട്ടി മാറ്റിയിട്ട് കണ്ണിൽ നോക്കിയിട്ട്, വാപ്പാ കണ്ണിന് വേദനയാണോ പാപ്പാക്ക് വേദനയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രോമാഞ്ചമുണ്ടായിപ്പോയി. എന്തുകൊണ്ടെന്നറിയോ, ഞാൻ വളർത്തിക്കൊണ്ടുവരുന്ന, ഞാൻ ചിലവിന് കൊടുക്കുന്ന, ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്ന, ഞാൻ ഭക്ഷണം കൊടുക്കുന്ന എന്റെ പൊന്നുമോന് ചോദിച്ചല്ലോ, അവൻ നന്ദിയുള്ളവനായല്ലോ. അവനെ കെട്ടിപ്പിടിച്ച് കവളത്ത് മുത്തം കൊടുത്തിട്ട് ഈ പാവപ്പെട്ടവൻ പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ, മക്കളെ, ജീവിതത്തിന്റെ നമ്പരങ്ങളിലേക്ക് ചെല്ലുമ്പോ വാപ്പാടെ വിശേഷം ചോദിച്ചില്ലെങ്കിലും സങ്കടമില്ല. മരണപ്പെട്ട് പൊതിഞ്ഞ് പച്ചമണ്ണിന്റെ ഇറക്കി വെക്കുമ്പോ വാപ്പാക്ക് സുഖമാണോ എന്ന് വെള്ളിയാഴ്ച തോറുമെന്ന് ചോദിക്കാൻ എന്റെ പൊന്നുമോ നടക്കില്ലേ? അവരിന്റെ മുകൾ ഭാഗത്ത് വന്നിട്ട് വാപ്പാ സുഖമാണോ? നിങ്ങൾക്ക് ഭക്ഷണം തന്ന എത്ര വാപ്പമാരുന്ന കബറില, എത്ര ഉമ്മമാരുന്ന കബറില. ജീവിച്ചിരുന്നപ്പോ പൊന്നുപോലെ കൊണ്ടു നടന്നതല്ലേ, ജീവിച്ചിരുന്നപ്പോ കണ്ണേ കരളേന്ന് പറഞ്ഞ് കൊണ്ടുപോയതല്ലേ. ഇന്നിവിടെയാ ചെറുപ്പക്കാരാ, അവരൊക്കെ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടോ? അതുകൊണ്ടാണ് ഇന്നലെ ഇസ്ലാമിക് സെന്ററില് സൂറത്തിൽ മുസമ്മിലോദിയ 3 ജുസ് കാണാതെ പിടിച്ച പൊന്നുമോന് റമദാൻ കഴിഞ്ഞിട്ട് 4-5 മാസമല്ലേ ആകുന്നുള്ളൂ. അത്ര സമയത്തിനുള്ളില് 3 ജുസ് മനഃപ്പാഠമാക്കിയ ആ പൊന്നുമോന് സൂറത്തിൽ മുസമ്മിലോദിയപ്പോ കണ്ണ് നിറഞ്ഞുപോയി. അവിടെ 20 മക്കളെ ഇഫ്തിന് പഠിക്കുന്നുണ്ട്. ആ 20 മക്കളെ മുൻനിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ, മണ്ണാർക്കാട് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് ആദ്യമായിട്ട് ഹാഫിളായി ഇറങ്ങുന്നവന് 1ാമത്തെ സമ്മാനം തരുന്നതിന് ഔസാദ് വാക്കവിയ എന്റെ വക ഒരു സ്പെഷ്യൽ സമ്മാനമാ പൊന്നുമോനുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് ഖുർആൻ പഠിക്കാൻ അവർക്കൊരു പ്രചോദനം കൊടുത്തിട്ട് ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയമുള്ള ഉമ്മ മാഷിഖ് അൻഹയുടെ ഖബർ പോലെ എന്റെ ചെറുപ്പക്കാരാ, നമ്മുടെ ഖബറൊന്ന് പ്രകാശിക്കണമെങ്കിൽ കരയിൽ സുഗന്ധം തരാൻ ആളുകൾ
വേണം. ആ കബറിന്റെ കപ്പ് സുഗന്ധമൊഴിക്കാൻ ആള് വേണം. ആ കബറിന്റെ കപ്പ് സുഗന്ധമൊഴിക്കാൻ ആള് വേണം. എന്തുകൊണ്ടാണ് മാഷിത്താറിയുള്ള കബറ് ഇത്രത്തോളം അത്ഭുതത്തിന്റെ സൗന്ദര്യമുള്ളതായതെന്ന് പറയുന്നതിന് മുമ്പ് എന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ഈ പറയും ജനപ്പനെ കൊണ്ടല്ലോ 5 മിനിറ്റിലാണ് രാമുക പിരിവിന് വേണ്ടി കിടക്കുകയോ. 10,000-കണക്കിന് ജനങ്ങളുണ്ടല്ലോ. എഴുന്നേറ്റ് പോകുന്നവർക്ക് പോകുന്നത് കൊണ്ട് തടസ്സമൊന്നുമില്ല. ഇവിടെ ചെലവഴിക്കുന്ന മണിക്കൂറുകൾ അല്ലാഹുവിന്റെ ഗുരുത്വമുള്ള മണിക്കൂറുകളാണെന്ന് ഗുരുത്വമുള്ളവർ മാത്രം ഇരുന്നാ മതി. നിങ്ങൾ പണം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്ന് മസ്ജിദുൽ അഖ്സയുടെ മുകൾ ഭാഗത്ത് പ്രകാശിച്ച 2 പ്രകാശത്തെക്കുറിച്ച് പറയണ്ടേ. ആശിഖ് റളിയല്ലാഹു അൻഹുയുടെ ചരിത്രം പറയണ്ടേ. അൽഹംദുലില്ലാഹ്, കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്. ഇപ്പൊ ദുആ ചെയ്യാൻ പോവുകയാ. അഞ്ചൂരി കാലക്കുള്ളിൽ മഴ നിന്നതുപോലെ അല്ലാഹുവേ, ഈ ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ക്യാൻസറിന്റെ അണുക്കളുണ്ടെങ്കിൽ അല്ലോ നീ കരിച്ചു കളയണയല്ലോ, നീ കരിച്ചു കളയണയല്ലോ, നീ കരിച്ചു കളയണയല്ലോ. ഒരു 6 മാസത്തിനകത്ത് ഈ മനോഹരമായ ബിൽഡിംഗിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ ഇഫ്തിന് പഠിക്കുന്ന മക്കളെ കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന മക്കളെ കൊണ്ടുവരാൻ വേണ്ടി 6 മാസത്തിനകത്ത് അൽഹംദുലില്ലാഹ് 50,001 രൂപ 50,001 രൂപ ഈ മനോഹരമായ സദസ്സിൽ കൊടുക്കാമെന്ന് അൽഹംദുലില്ലാഹ് ആദ്യമായി പറയുന്നതാരാ? കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നുറപ്പ്. ഇന്ന് വരെ ആ ബഹുമാനപ്പെട്ട പണ്ഡിതവര്യന്റെ കബറിലേക്ക് ഫാത്തിഹ ഓതിയിട്ട് ഈ പാവപ്പെട്ട നൗസാദ് ബാക്കൾ എന്ത് ചോദിച്ചിട്ടുണ്ടോ? വല്ലാഹി റബ്ബിനെ തന്നെയാണ് സത്യം. അതെല്ലാം എനിക്കെന്റെ പടച്ചോൻ തന്നിട്ടുണ്ട്, അതെല്ലാം എനിക്കെന്റെ പടച്ചോൻ തന്നിട്ടുണ്ട്. പട്ടാളി പള്ളിപ്പുറത്ത് സ്വർഗീയാരാമത്തിൽ വരുന്ന ഇസ്സത്തോടുകൂടി പറയുകയാണ്, ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത ഉസ്താദ് നിങ്ങൾ പിടിച്ചു തന്ന ഇൽമിതാ ദാറുൽ വളരാൻ പോവുകയാണ്, അൻപതിയിലൂടെ വളരാൻ പോവുകയാണ്, ബാക്കിയാത്തിലൂടെ, അതുപോലെ പൊട്ടച്ചിറയിലൂടെ, അതുപോലെ പട്ടിക്കാടിലൂടെ, അതുപോലെ ദാറുൽ താജിബി സ്ഥാപനത്തിലൂടെ അല്ലാഹുവേ വളരാൻ പോവുകയാണ്. ഒന്നാമത് എഴുന്നേറ്റ് ഒരു ചെറുപ്പക്കാരനാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, ഞാനാണ് ആദ്യത്തെ 50,000 എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. എല്ലാവരും ആമീൻ പറയുക. ആ പ്രിയപ്പെട്ട സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ ആളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ അവർക്ക് വേണ്ടി മാത്രമുള്ള ദുആയിലെ ഫാത്തിഹ ഓതും. അത് കണിശമായ നിലപാടാണ്, കർശന നിയമം. അത് കഴിഞ്ഞിട്ട് ഇനി വാദം പറയുള്ളൂ. വേറെ ഒരു ഉസ്താദ് ഒന്നാമത്തെ ആള് 20 ഹിഫ്ളിന് പഠിക്കുന്ന മക്കൾ, 40 ആൺകുട്ടികൾക്ക് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഹുദവിയൊക്കെ പോലെ സ്വീകരിക്കും. അൽഹംദുലില്ലാഹ്, മുഹമ്മദ് ബഷീർ കൊപ്പത്തുള്ള മുഹമ്മദ് ബഷീർ എന്ന ചെറുപ്പക്കാരൻ 50,000 രൂപ 6 മാസത്തിനകത്ത് ഇവിടുത്തെ മനോഹരമായ സ്ഥാപനത്തിന്റെ ഇഫ്തിന് പഠിക്കുന്ന മക്കളുടെ ബിൽഡിങ്ങിന് വേണ്ടി കൊടുക്കും. സ്ത്രീകളുടെ ഭാഗത്ത് വനിതാ ഫൗണ്ടേഷൻ പോകണം. എത്ര ആള് പറയുന്നു നോക്കട്ടെ. 50,000 6 മാസത്തെ കാലാവധി വെച്ച് പക്ഷെ കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. രണ്ടാമത്തെ ആളാരാ? 9 വയസ്സുള്ള മകൻ ഇഫ്തിന് പഠിക്കുന്നു, ദുആ ചെയ്യാൻ വേണ്ടി. ഇത് പേരൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പേര് ഒരു മാറ്റമുള്ളൂ കേട്ടോ. 9 വയസ്സുള്ള മകൻ ഇഫ്തിന് പഠിക്കുന്നു, ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് 50,000 രൂപ. രണ്ടാമത്തെ ആള് اللهم صل على محمد اللهم صل عليه وسلم صلاة لكو صلى الله على محمد صلى الله عليه وسلم. അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനേ. ഈ 2 വ്യക്തികളെയും ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. 50,000 രൂപ വെച്ച് ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മൂന്നാമത്തെ ആളാരാണ്? എഴുന്നേറ്റ് നിൽക്കുന്ന മൂന്നാമത്തെ ആളാരാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് സാറുന്ന ഒരു കറാ
കറാഹത്ത് പോലും ചെയ്യാത്ത അറിവിന്റെ അറബിന്റെ ഇടയിന്റെ ഈമാന്റെ സൗന്ദര്യത്തോടെ ജീവിച്ച മഹാനുഭാവന്റെ ഗുരുത്വമാണ് ഞങ്ങളുടെ സ്ഥാപനങ്ങളല്ല. ആ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഫാത്തിഹ ദുആ ചെയ്യുമ്പോ ഇത്രയും ജനങ്ങൾ ഫാത്തിഹ പോലും ഇത്രയും ജനങ്ങൾ ആമീൻ പറയുമ്പോ അതിന്റെ ബറക്കത്തുണ്ടായാലും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് മൂന്നാമത് ശിഹാബ് വിളത്തൂരുന്ന ചെറുപ്പക്കാർ 50,001 രൂപ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ, ആദ്യം 50,000 തന്ന സഹോദരന് മക്കളില്ല പടച്ചവനെ, മക്കളില്ല അല്ലാഹുവേ. അല്ലാഹുവേ മക്കളെ കൊടുക്കണയല്ല. 20ഓളം ഇഫ്ദിന് പഠിക്കുന്ന മക്കൾക്ക് ജീവൻ പകർന്നു കൊടുക്കുന്ന സൗന്ദര്യ വീരത്തിന് വേണ്ടി 50,000 നിയ്യത്ത് ചെയ്ത ചെറുപ്പക്കാരന് മക്കളെ കൊടുക്കണയല്ല, മക്കളെ കൊടുക്കണയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ക്ഷമയോടെ സഹനത്തോടെ കുറച്ചു നേരമൊന്ന് കാത്തിരിക്കുക. ഞാൻ എത്രയോ പ്രാവശ്യം പട്ടാമ്പിയിൽ പരിസരത്ത് വന്നതാ, ഇതുവരെ പിരിവിന് വേണ്ടി മാത്രം ഞാൻ വാതു തുറന്നിട്ടില്ല. 5 മിനിറ്റ് ഒന്ന് കഴിഞ്ഞാളുണ്ട് വിഷയത്തിൽ ഞാൻ മടങ്ങി വരാം. 3 ആളുകളായി സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വേഗം 3 പേര് വരട്ടെ. ഭർത്താവിന് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി 50,000 നിയ്യത്ത് ചെയ്യാൻ 6 മാസത്തെ സമയമുണ്ടല്ലോ. 50,000 നിയ്യത്ത് ചെയ്ത് ഈ അത്ഭുതത്തിന്റെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. മഹാന്മാരായ സമസ്തയുടെ കേന്ദ്ര ഉസ്താദുമാരുടെ മക്കാമിലേക്ക് ഫാത്തിഹ ഓതി ദുആ ചെയ്യുമ്പോ ആ ദുആയുടെ ഫലം ഈ പേര് പറഞ്ഞ 3 സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. ആദ്യത്തെ സഹോദരന് മക്കളില്ല, രണ്ടാമത്തെ സഹോദരൻ പേര് പറഞ്ഞില്ല, മൂന്നാമത്തെ ശിഹാബെന്ന സഹോദരനാണ്. അല്ലാഹുവേ ആ 3 ആളുകൾക്കും നേട്ടം കൊടുക്കണേ അല്ലാ. അവർക്ക് ഈമാൻ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, അപകടം കൊടുക്കല്ലേ അല്ലാ, ദുരന്തം കൊടുക്കല്ലേ അല്ലാ. മടിച്ചു നിൽക്കേണ്ട ചെറുപ്പക്കാരാ, നിങ്ങൾ ഈ പറയുന്നതിന്റെ 100 ഇരട്ടി അല്ലാഹു തിരിച്ചു തരും. പ്രിയപ്പെട്ടവര്, ഓരോ മക്കൾ ഖുർആൻ ഓടുമ്പോ, ഓരോ മക്കൾ ദീൻ പഠിക്കുമ്പോ, അവര് വളർന്നു വരുമ്പോ, ഇന്നലെ അതാ 4 മാസം ദീൻ പഠിച്ചവര് പൊന്നുമോൻ എന്റെ മുമ്പ് എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. അവനെ ഓർത്തു നോക്കിയാ 9, 8, 9 വയസ്സേ വരുന്നുള്ളൂ. എഴുന്നേറ്റ് ഇരുന്നുകൊണ്ട് 5 മിനിറ്റ് പ്രസംഗിച്ചപ്പോ അല്ലാ എന്റെ കണ്ണുപോലും നിറഞ്ഞു പോയല്ല. ആ മക്കൾക്ക് ഭക്ഷണം കൊടുത്തവർ, ആ മക്കൾക്ക് കിടക്കാൻ സ്ഥലം കൊടുത്തവർ, ആ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ചവർ, അവർക്ക് എന്തായാലും നേട്ടമുറപ്പാ. 4ാമത്തെ ആളാരാണ്? സല്ലല്ലാഹു. 4ാമത്തെ ആളാര്? എഴുന്നേറ്റ് നിന്നാൽ മതി. ഏറ്റവും പുറകിലൊക്കെ വാങ്ങേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വേഗം ആ പേര് കൊണ്ട് ഇവിടെ വരണം. 4ാമത്തെ ആളാര്? 50,000 രൂപ 6 മാസത്തിനകത്ത് കൊടുക്കാമെന്ന് പൊരുത്തമുള്ള. ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങൾ 500 കൊടുത്താലും 5 ലക്ഷം കൊടുത്താലും 5 കോടി കൊടുത്താലും ഞാൻ ഒരേപോലെ പറഞ്ഞിട്ട് ഞാൻ പോകും. അതൊരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ദുആക്ക് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയമെടുത്ത് ദുആ ചെയ്ത് നിങ്ങൾ കൊടുക്കുമ്പോൾ 4ാമത്തെ ആളാരാ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കൊടുക്കുക. പറഞ്ഞു. 4ാമത് ആരെങ്കിലും പറഞ്ഞു? 50,000 രൂപ 4ാമത് പറഞ്ഞ ആരെങ്കിലും എഴുന്നേറ്റ് തന്നെ. 4 പറഞ്ഞു. ഞാനൊരു 10-11 ആളിനെയാണ് ഇത്രയും വിശാലമായ സദസ്സിൽ പ്രതീക്ഷിച്ചത്. ഒരു 10-11 ആൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല സന്തോഷപ്പെടുന്നു. 6 മാസത്തെ കാലാവധി വെച്ചിട്ട് ഈ മഹനീയമായ സദസ്സിന്റെ പൊരുത്തമുള്ള ദുആ കിട്ടാൻ 4ാമതൊരു 50,001 രൂപ നിയ്യത്ത് ചെയ്യുന്ന 4ാമത്തെ വ്യക്തി ആരാണ്? അൽഹംദുലില്ലാഹ്. ആര് നിയ്യത്ത് ചെയ്താലും അല്ലാഹു സഹായിക്കട്ടെ, ആര് നിയ്യത്ത് ചെയ്താലും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 4ാമത്തെ ആള്. ഏറ്റവും പുറകിൽ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് കാണാൻ കഴിയില്ല. ഒത്തിരി അകലത്താണ് നമ്മുടെ സദസ്സ്. അതുകൊണ്ട് ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ സദസ്സ് കുറെ കൂടെ നമ്മുടെ മുമ്പിലാണെങ്കിൽ മാത്രമേ നമുക്കത് പറയുമ്പോൾ എഫക്ട് ചെയ്യുള്ളൂ. അകലങ്ങളിലാകുമ്പോൾ നമ്മുടെ ബന്ധം തന്നെ അകന്നു പോകുന്നുണ്ട്, വാക്കുകൾ തന്നെ അകന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സദയം ക്ഷമിക്കുക. 4ാമത് സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് ഒരു പേര് വന്നില്ലല്ലോ ബറക്കത്തിന്. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ബറക്കത്തിനൊരു പേര് വന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സന്തോഷത്തോടെ വരട്ടെ. ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു സ്ലിപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു മോഡലിന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് നിർബന്ധമായി ഒരെണ്ണം വാങ്ങണം. ഇത് നാളെ വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി കീറിക്കളയില്ല. നാളെ വരുമ്പോൾ നിങ്ങൾ കാശ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ല. ഈ സ്ലിപ്പ് നാളെ വരുമ്പോൾ കൊണ്ടുവരും. ഇതില് നമ്മൾ ഈ സ്ഥാപനം ബിൽഡിംഗ് കിട്ടുമ്പോൾ 1 സ്ക്വയർ ഫീറ്റിന് 1250 രൂപ, 10 സ്ക്വയർ ഫീറ്റിന് ഇൻഷാ അല്ലാഹ് 12,500 രൂപ, അങ്ങനെ സ്ക്വയർ ഫീറ്റിന്റെ കണക്കെഴുതിയിട്ടുണ്ട്. നാളെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ നാളെ കൊണ്ടുവരണം.
10 സ്ക്വയർ ഫീറ്റ് എഴുതിയവർ നാളെ ആ സ്ലിപ്പ് ഞാനിവിടെ സ്റ്റേജിൽ വന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ വരി എന്റെ കയ്യിൽ തന്നെ കൊടുത്തു തരണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. 1 സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് എഴുതാം, അതുപോലെ 25 സ്ക്വയർ ഫീറ്റ് എഴുതാം, എത്ര വേണമെങ്കിലും എഴുതാം. ചുരുങ്ങിയത് 1 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന 1250 രൂപയെങ്കിലും എഴുതി ഈ ബിൽഡിംഗിൽ ഒന്ന് പങ്കാളികളാകാൻ. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഞാൻ ആളെയിട്ട് പറയുന്നു 6 മാസത്തിനകത്ത് നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി കഴിയും, ഉറപ്പാണ്. അതിന് നമ്മൾ ഈ 50,000 ലക്ഷങ്ങളൊന്നും തിരിച്ചിട്ടൊന്നും കാര്യമില്ല. കൂലി വേലയ്ക്ക് പോകുന്നവർ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സുലൈമാൻ ഒന്നാമത്തെ കാർഡൊന്ന് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ PDPയുടെ ഒരാളിവിടെ വന്നിട്ട് മാദിനി സ്ഥാനത്തോടെ തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഷിയാസും നിയാസും 10 സ്ക്വയർ ഫീറ്റ് ഒരു കാർഡ് ഒന്ന് കൊടുക്കുക സാർ. 10 സ്ക്വയർ ഫീറ്റ് നമ്മളെ യുവാക്കളായ ഡോക്ടർമാരാണ്. കുറേ കുട്ടി പിന്നെ ഡോക്ടറുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ഞാനിക്കെ കണ്ടിട്ട് കുറെ കാലമായി. മാദിനി ഉസ്താദിന്റെ സ്വന്തം ആളാണ്. ചേരി വലിയ എല്ലാവരും കണ്ടോട്ടെ. നിങ്ങൾക്ക് എത്ര വേണം എഴുതി കൊടുക്കാം. ഞാൻ ഇത്രയും വലിയൊരാളെ കയ്യിൽ കൊടുക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കാണ്. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. അപ്പൊ നാളെ വരുമ്പോൾ ഇത് കൊണ്ടുവരണം. നിങ്ങളുടെ കയ്യിലെല്ലാം ഓരോ പിന്നെ സ്ലിപ്പ് തരികയാണ്. അത് വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുക്കാനുള്ളതുണ്ടോ സാറേ? ഉണ്ടോ? എല്ലാവരും വാങ്ങണം. 1250 രൂപ നിങ്ങൾ നാളെ കൊണ്ടുവരണ്ട. ഉള്ളവർ കൊണ്ടുവന്നാൽ മതി. ആ സ്ലിപ്പ് വാങ്ങിയിട്ട് അതിൽ നിങ്ങളുടെ നമ്പർ എഴുതിയിട്ട് നിങ്ങൾ എത്രയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും എഴുതിയിട്ട് ഇവിടെ കൊണ്ട് കൊടുത്താൽ ആ നമ്പറിൽ അവരെ ബന്ധപ്പെടും. 2-3 മാസം കൊണ്ട് നിങ്ങൾ കുറേശ്ശെ കൊടുത്താൽ മതി. കാരണം ഇതിങ്ങനെ പണം ഒരുപാട് വാരി വെച്ചിട്ട് ഇവിടെ വിപ്ലവം കാണിക്കാനൊന്നുമില്ല. കൊടുത്തോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേക്ക് വിഷയത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ എല്ലാ സ്ത്രീകളുടെ ഭാഗത്തും കൊടുത്തില്ല സാർ. എല്ലാ സ്ത്രീകളും നമ്മൾ വ്യാപകമായി പിരിവിന് വേണ്ടിയിട്ട് സമയം കളയാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ ഇതിന് നിങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു സന്തോഷത്തോടെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരാൻ പിരിവിന് വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തുന്നില്ല. നാളെയും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ചോദിക്കുള്ളൂ. നാളെ ഇത്തിരി സ്വർണ്ണമൊക്കെ എന്റെ സഹോദരിമാർ കൊണ്ടുവരണം. അൽഹംദുലില്ലാഹ് ഒരു 100 സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് സ്വർണം നാളെ ഉണ്ടാവണം. എന്നാൽ എണ്ണി നോക്കിയാൽ ഒരു 10,000 സ്ത്രീകൾ ഉണ്ടാവും. 10,000 സ്ത്രീകൾക്കിടയിൽ 100 സഹോദരിമാരുടെ സ്വർണം നാളെ ഈ സദസ്സിൽ സ്വീകരിക്കും. അത് ചെറിയ ഒരു സ്വർണത്തിന്റെ പൊട്ടാണെങ്കിലും ശരി, ആ 100 സഹോദരിമാർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അസ്ഹാബുൽ ബദറിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ നാളെ ഈ സ്വർഗീയ ആരാമത്തിൽ നമ്മൾ ദുആരക്കും. അല്ലാഹു ദുആ സ്വീകരിക്കുമാറാകട്ടെ. വലിയ സൗഭാഗ്യവതികളാണ് നിങ്ങളൊക്കെ. മാഷിത്താർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇപ്പോൾ പറയുമ്പോൾ അത് അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ബോധ്യമാകും, നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 100 സഹോദരിമാർ ഇന്ന് തന്നെ നിങ്ങൾ നിയ്യത്ത് ചെയ്യണമല്ല. ആ 100-ൽ ഒരാളാകാൻ ഞാനുണ്ട്. ഒരു ചെറിയ സ്വർണ്ണത്തിന്റെ മുത്തുകൊണ്ടോ പൊട്ടുകൊണ്ടോ ഒക്കെ ഇൻഷാ അല്ലാഹ് അതുമായി സഹകരിക്കാൻ നിങ്ങൾ മനസ്സിൽ വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സീനത്ത് എന്ന സഹോദരി അതിന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു സ്വർണ്ണ മോതിരം അൽഹംദുലില്ലാഹ് നിയ്യത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി 99 ആളുകളാണ്. അങ്ങനെയാണ് എന്റെ കണക്ക്. അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ച തിരിച്ചു ലഭിക്കണം. 2 കണ്ണിനും കാഴ്ചയില്ലാതെ തിരിച്ചു ലഭിക്കണമെന്ന നെയ്യത്തോടെ വേറൊരു സഹോദരൻ 10,001 രൂപ. അൽഹംദുലില്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ബാക്കി ദുആ ലിസ്റ്റൊക്കെ അവിടെ എഴുതി കൊടുത്തിരുന്നാൽ മതി. എല്ലാവരുടെ ഭാഗത്തും ഇപ്പൊ വാങ്ങുന്നില്ല ആളുകൾ. ആരും വാങ്ങുന്നില്ല? കൊടുത്തോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും വാങ്ങിക്കോളൂ. 1250 2 മാസത്തിനകത്തൊക്കെ കൊടുത്താൽ മതി. സമയമുണ്ട്. അപ്പൊ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ സമയം കളയേണ്ട കാര്യമില്ല. എല്ലാവർക്കും കഴിയുന്നതാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സലാജിക്ക് വാങ്ങിയില്ലേ? സലാജിക്ക് ഇഷ്ടംപോലെ പൈസ. സ്പീക്കർ അടിച്ചു പോകുന്നതിനും കണക്കില്ല. ഞാൻ പ്രസംഗിക്കുമ്പോൾ കുറെ ബ്ലോക്സ് കഴിഞ്ഞു വിട്ടുണ്ട് പാവെങ്കിലും അൽഹംദുലില്ലാഹ് കുറെ സ്ഥാപനങ്ങൾക്കൊക്കെ സ്വതക്ക ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഉപയോഗം തന്നെയാണ്. സാധാരണ ഈ മൈക്ക് സെറ്റ് പിടിച്ചു കൊടുക്കുന്നവർക്ക് കമ്മീഷൻ കിട്ടും. അപ്പൊ ആ കമ്മീഷൻ ഇപ്പോ നമുക്കാർക്കും കമ്മീഷൻ വേണ്ടല്ലോ. അപ്പൊ അദ്ദേഹം സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ട് ആ കമ്മീഷന്റെ കണക്കങ്ങ് വിടുക. എവിടെ നൗഷാദാക്ക് വേറെ സൗദി അസറ്റ് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അത് കുറ്റം പറയാത്തത് കൊണ്ട്. ഞാൻ സൗദി അസറ്റ് തമ്മിൽ എഗ്രിമെന്റ് ഒന്നുമില്ല. പ്രസംഗിക്കുമ്പോൾ ഇന്നലെ പ്രസംഗിച്ച സൗദി അസറ്റിനല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ എഗ്രിമെന്റ് ഒന്നുമില്ല. പക്ഷെ അത് വരുന്ന സ്ഥലത്ത് ശബ്ദത്തിനൊരു ക്വാളിറ്റിയും ക്ലാരിറ്റിയും ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് അവരെ തന്നെ വ്യാപകമായിട്ടുള്ള അവർ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കുറെ പൈസയൊക്കെ സുദഖ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട്
ഈ സ്പീക്കർ സാധനമൊക്കെ സൗണ്ടൊക്കെ കൂട്ടിയിരുന്നുകൊണ്ട് കത്തിപ്പോകുന്നൊക്കെ ഉണ്ട്. എന്നാലും അള്ളാഹു തആല സമസ്തയുടെ ഒരു അനുഭാവിയായതുകൊണ്ട് തന്നെ ഉസ്താദുമാരൊക്കെ വളരെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ ഐശ്വര്യം ബർക്കത്തൊക്കെ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ ഭാഗത്തും അത് ഉസ്താദ് ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ ഭാഗത്തും ആ സ്ലിപ്പ് എത്തുന്നുണ്ടോന്നൊന്നും എല്ലാവരും വാങ്ങണം. വാങ്ങാത്ത ആരും ഉണ്ടാവരുത്. കാരണം 2-3 മാസം കൊണ്ടൊക്കെ നമുക്കൊരു 1250 രൂപ ഈ ബിൽഡിങ്ങിന് വേണ്ടി നിയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്നത് ഇതിനോട് നമുക്ക് താല്പര്യമില്ല എന്നതിന്റെ അടയാളമാണ്. അപ്പൊ എത്ര ആളിന് താല്പര്യമില്ല എന്നറിയാനും പറ്റും. ഒരിക്കലും ഉണ്ടാവരുത്, ഒരിക്കലും ഉണ്ടാവരുത്. പൊട്ടച്ചർ അഞ്ചരിയാണ് ഞാൻ പഠിച്ച സ്ഥാപനം, നിങ്ങൾക്കറിയാം. അള്ളാഹു അവിടെ വന്നിട്ടാണ് ജീവിതത്തിൽ ആദ്യമായി കുമ്പളങ്ങ കറി കഴിക്കുന്നത്. കുമ്പളങ്ങ കറി ഇപ്പോഴും അതുണ്ട് അവിടെ. ഞാൻ ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ അവിടുത്തെ അശ്രവസ്ഥാതായിട്ടൊക്കെ ഇരുന്ന് കഴിക്കലൊക്കെ ഉണ്ട്. അപ്പൊ ആ കറി കഴിച്ചിട്ട് വയറിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ വന്നപ്പോ ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർത്താദ് പറഞ്ഞത്, ഇവിടുന്ന് ഈ ഭക്ഷണം പോരാന്ന് പറഞ്ഞിട്ട് തേങ്ങാട്ടിരിയിൽ പോയി പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിക്കുന്ന ചില മുത്തലിമീങ്ങളുണ്ട്, അവർക്ക് വലിയ അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ അത് എന്നെക്കുറിച്ച് മാത്രം പറഞ്ഞതാണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറ്റി ചാടി പോകലുണ്ടായിരുന്നു തേങ്ങാട്ടിരി പൊറോട്ട വെച്ച് കയറ്റിയാൽ മതി. കാരണം ഇത് കുമ്പളങ്ങ കറി എപ്പോഴും നമുക്ക് പറ്റൂലല്ലോ, അതുകൊണ്ടാണ്. അപ്പോ അവിടുത്തെ ഈ കുട്ടികൾ ഇങ്ങനെ കൂടുമ്പോ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാവില്ല. ആ ഭക്ഷണത്തിനകത്ത് മീനൊക്കെ അങ്ങനെ തന്നെ മുള്ളൊക്കെ ഇങ്ങനെ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, അങ്ങനെ തന്നെ പച്ചക്ക്. അത്രയും തിരക്കുള്ള ഒരു സ്ഥാപനമായിരുന്നു. അത്രയും മുത്തലിമീങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥാപനമാണ്. ഇപ്പോ അൽഹംദുലില്ലാഹ് ഞാൻ 2-3 വർഷം കൊണ്ട് അവിടെ വാദു പറയുന്നില്ലേ, അവിടുത്തെ ക്യാൻറ്റീനിലെ ചെലവിന് വേണ്ടി ഏറ്റെടുത്ത് എത്ര ആളുകളായി, എത്രയോ ആളുകൾ. ഈ ഷിയാസിനിയാസൊക്കെ അവിടെയും പൈസ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അൽഹംദുലില്ലാഹ് അവിടെ അങ്ങനെ ഒരു ദാരിദ്ര്യമൊന്നുമില്ല. സ്ഥാപനം നല്ല വൃത്തിയായിട്ട് നടന്നു പോകുന്നു. അതോടൊപ്പം 1.5 കോടി രൂപ മുടക്കിയിട്ട് മനോഹരമായ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങി അത് നടന്നുകൊണ്ട് അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാവണം. അതുകൊണ്ട് ആരും പിന്തിരിയരുത്. എല്ലാവരും ഒരു ചെറിയ കച്ചവടമെങ്കിലും വന്ന് തന്നിട്ടുണ്ടോ, ഒരു ചെറിയ ബിസിനസ് എങ്കിലും വന്ന് തന്നിട്ടുണ്ടോ? പ്രത്യേകിച്ചിന്റെ യുവാക്കൾ അപകടം വരാതിരിക്കാൻ ബൈക്കോടിക്കുന്ന യുവ സുഹൃത്തുക്കൾ, ന്യൂ ജനറേഷൻ അവകാശപ്പെടുന്നതിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇൻഷാ അല്ലാഹ് വാങ്ങണം. ആ ഒരു 2-3 മാസത്തിനകത്ത് ഒരു 1250 രൂപയെങ്കിലും കൊടുക്കാം. നാളെ ഇൻഷാ അല്ലാഹ് 10 സ്ക്വയർ ഫീറ്റിന്റെ സ്ലിപ്പ് ഞാനും ബാക്കിയുള്ളതൊക്കെ സംഘാടകരും വാങ്ങി അതിനെ ക്രമം തിരിച്ച് അടുക്കി വെച്ചിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് നാളെ എന്റെ അടുത്ത് പറഞ്ഞു തരണം. അതിന് നിങ്ങൾ ആദ്യമേ വരുമ്പോൾ സ്ലിപ്പ് കൊടുക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയമേറെ ഈ വിഷയത്തിലേക്ക് വരുന്നു. വിഷയം ഇന്ന് കുറച്ചാൽ നാളെ പിന്നെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിഷയത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് വരുന്നു. എല്ലാവരും ശ്രദ്ധയോട് കുടിക്കുക. വെള്ളം കുടിക്കാൻ മറന്നു പോയതുകൊണ്ട് ഒരു 3 സ്വലാത്തില്ല. അതിന്റെ ഇടയിൽ പ്രസംഗിച്ചുകൊടുക്കുമ്പോൾ 4-5 സാധനകത്തേക്ക് കയറിപ്പോയി. അത് പിന്നെ പുറത്തേക്ക് തുപ്പിയാൽ വീഡിയോയിൽ കണ്ടിട്ട് നാളെ ഈ വിവാദമാവേണ്ടതിന് ചവറ്റം കിടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഒരു 3 സ്വലാത്തിൽ ഫദ്ലി സല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ജിബ്രീൽ യാ റസൂലല്ലാഹ്, ലോകാവസാനം വരെ സുഗന്ധം വന്നുകൊണ്ടിരിക്കുന്ന ഖബറാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചരിത്രമൊന്ന് പറഞ്ഞു തരിക. ജിബ്രീൽ പറയുന്നു, നബിയേ, അത് മാഷിദാറിയുടെയും മക്കളുടെയും ഖബറാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആ ചരിത്രത്തെ ഞാനൊന്ന് ചുരുക്കി അവതരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, മഹതിയായ സമയം കഴിഞ്ഞോ? നിയമനിർത്താൻ നമ്മള് സമയപരിമിതിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ സമയം ഒരുപാട് കൂടുതലായി. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥ സഹോദരങ്ങൾ സമയം കടന്നുപോയത് കൊണ്ട് പറഞ്ഞു. നമുക്ക് 12 മണിയായി. നമുക്ക് നാളെ നേരിട്ട് തുടങ്ങാം. കാർഡ് കൊടുത്തു തീർന്നോ? സ്ലിപ്പ് കൊടുത്തോ? എല്ലാ ഭാഗത്തും എത്തിയോ? അൽഹംദുലില്ലാഹ്. സ്ത്രീ എല്ലാവരും ഇരുന്നോ? അത് നമുക്ക് ദുആ ചെയ്യാൻ കുഴപ്പമില്ല. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് മോണി ഒരു അല്പം കൂടെ ഒന്ന് കുറച്ച് വെച്ചോ. മോണി അല്പം കൂടെ കുറച്ച് അതിരുന്നോളി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഫിർഔനിന്റെ മകളായിരുന്നു മാസിത്ത. അക്രമപരനായ ഫിർഔനിന്റെ മകളായിരുന്നു മാസിത്ത. ആ മാസിത്ത റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോൾ
എന്റെ പ്രിയപ്പെട്ടവരെ, രഹസ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവളായിരുന്നു. അതീവ രഹസ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവളായിരുന്നു മാഷിത്താ റളിയല്ലാഹു തആല അൻഹാ. അവസാനം അതാ തലമുടി ചീകിക്കൊണ്ടിരിക്കുമ്പോ ദയവ് ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ടൊന്ന് മാറി, ബാക്കിയുള്ളവരോടൊന്ന് മാറി, എല്ലാവരും മാറി, എല്ലാവരും മാറി. എല്ലാ സഹോദരങ്ങളും യുവാക്കളൊക്കെ ഈ സൈഡിലോട് നീങ്ങിയുന്ന എല്ലാ യുവാക്കളും നമ്മൾ അവരോടൊന്നും സംസാരിക്കേണ്ട. അതൊക്കെ നിയമപരമായി പോകേണ്ട കാര്യങ്ങളാണ്. നമ്മളാരും നമ്മുടെ കാര്യങ്ങളൊന്നും അങ്ങനെ സംസാരിക്കാൻ പാടില്ല, ഒരിക്കലും സംസാരിക്കരുത് ആരും. അവര് പറയുന്നത് പോലെ അംഗീകരിക്കണം. അതിനെതിരെ ഒരാൾ പോലും ഈ ദാറുൽ അൻവാറിന്റെ സ്ഥാപനത്തിൽപ്പെട്ട ഒരു സംഘാടകരെ സംസാരിക്കാൻ നാളെ ആൾ പറയില്ല. അവരുടെ